നമസ്കാരം. കേരള സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. 2026 പ്രിലിംസിൻ്റെ ഡിസ്കഷനാണ് ഞാൻ വന്നേക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. യുവർ കീ ടു മെയിൻസ്. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? നന്നായിരുന്നു, പാടായിരുന്നു? കൂടുതൽ പാടാമെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു ഉപദേശമുണ്ട്. അതായത് ഇപ്പം കട്ട് ഓഫ് പല രീതിയിൽ പ്രഡിക്ഷൻ പറയാം ആൾക്കാർ. ഇപ്പം ചിലർ പറയുന്നു 80-ന് മുകളിലായിരിക്കും, ചിലർ പറയുന്നു ഇതിങ്ങനെ അത്ര ടഫ് പേപ്പർ അല്ല, 90-ക്ക് മുകളിൽ വരും. പക്ഷേ മാർക്ക് മൈ വേർഡ്സ്, 70-ക്ക് മുകളിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ UPSCയുടെ കീ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മെയിൻസിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് അധിക സമയം കളയാതെ തന്നെ ഡിസ്കഷനിലേക്ക് പോവാം. ഡിസ്കഷൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോരോ കാര്യങ്ങൾ എക്സാമിനെ കുറിച്ച് പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following Carnatic music ragas is similar to raga Bilaval in Hindustani music? എന്ത് തോന്നുന്നു ഈ ക്വസ്റ്റിനെ കുറിച്ച്? നിങ്ങൾ ഫ്രണ്ട് ഇരിക്കുന്നവരൊന്ന് ചർച്ച ചെയ്തേ. ഈ ചോദ്യം എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്താണിത്? ടഫാണോ അതോ എന്താണ് ഒരു ഫീലിംഗ്? ടഫാണ്. ഞാനൊരു കാര്യം പറയാം. ഇത്തവണത്തെ പേപ്പർ എന്ന് പറയുന്നത് കുറച്ചൊരു അൺകൺവെൻഷണൽ രീതിയിലാണ് വന്നേക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ ചോദ്യം വെച്ചിട്ട് തന്നെ ഒരു നല്ലൊരു ഫാക്റ്റ് പറയാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണ് അടുത്ത വർഷത്തേക്കെങ്കിലും, അല്ലെങ്കിൽ ഈ പ്രിപ്പറേഷനിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അതായത് സ്റ്റിക്ക് ടു ദ ബേസിക്സ്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയും, നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്നതാണ് സ്റ്റിക്ക് ടു ദ ബേസിക്സ്. സ്റ്റിക്ക് ടു ദ ബേസിക്സ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ആർട്ട് ആൻഡ് കൾച്ചർ നിങ്ങളുടെ സിലബസിലുള്ളതാണ് അല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ അതിൽ മ്യൂസിക് ഉണ്ട്. മ്യൂസിക് അനന്തമാണ്. ദാസേട്ടൻ പറഞ്ഞ പോലെ ഒരു വലിയ കടലാണ്, അതിൻ്റെ മുന്നിൽ ചൂണ്ടയിട്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം അവർക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അതിനേക്കാൾ വലിയ കടലല്ലേ അത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബേസിക്സ്. ഇപ്പം 72 മേളകർത്താ രാഗങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പഠിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് ഇല്ല. പക്ഷേ ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും തമ്മിലുള്ള കമ്പാരിസൺ മെയിൻസ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഹിന്ദുസ്ഥാനിയുടെ പ്രത്യേകത 10 പേരൻറ് സ്കെയിലുണ്ട്. 10 താട്ട്സ് നമ്മൾ പറയും. എന്താണ് താട്ട്സ്? ഈ 10 താട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പേരുകൾ അറിയാം. കാഫി രാഗം, ഖരഹരപ്രിയ, അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. 10 താട്ട്സും കർണാട്ടിക് ആയിട്ടുള്ള കമ്പാരിസണും. ഇതിൽ ഇപ്പം വെസ്റ്റേണിൽ പറയും മേജർ സ്കെയിൽ. മേജർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ശബ്ദങ്ങളെയാണ് അല്ലേ? 7 സരിഗമ അതെല്ലാം ഉണ്ട്. അത് അറ്റ് ദ സെയിം ടൈം അതെന്താണ്? മേജർ സ്കെയിലാണ് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്ന അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള താട്ടാണ് എന്ത്? ബിലവാൽ. അപ്പം ഇതറിയില്ല എന്ന് പറയുന്നത് ബേസിക്സ് നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട്. അല്ലാതെ മ്യൂസിക്കിനെ കുറിച്ച് നിങ്ങളൊന്നും വേണ്ട. 10 താട്ട്സ്, മെയിൻ താട്ട്സിൻ്റെ പേരുകൾ, കമ്പാരിസൺ. ഇപ്പം കല്യാണി രാഗം, കാഫി ഖരഹരപ്രിയ, ബിലവാൽ നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കി. ബിലവാൽ അപ്പം എന്തായിരിക്കും? ധീരശങ്കരാഭരണം. ഇത് മാത്രം, നമ്മൾ ഇത്രയും മാത്രമേ പഠിക്കാവുള്ളൂ. ബേസിക്സ്. സ്റ്റിക്ക് ടു ദ ബേസിക്സ്. UPSC എന്ത് കളി കളിച്ചാലും നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ലീവ് ദ ക്വസ്റ്റ്യൻ. എപ്പോഴും ഓർത്തോളൂ, ഈ വർഷത്തെ ക്വസ്റ്റ്യൻ അൺകൺവെൻഷനലാണ്. ഈ ചോദ്യം കാരണമല്ലത്. കുറച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഫാക്കൽറ്റീസ് ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും. ആ സമയം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഈ വർഷത്തെ ക്വസ്റ്റ്യൻസ് അൺകൺവെൻഷനലാണ്. ട്രസ്റ്റ് മീ, 70 മാർക്സിന് മുകളിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ 70-ന് മുകളിൽ UPSCയുടെ കീ വരുമ്പോൾ നമുക്ക് കട്ട് ഓഫ് അറിയത്തില്ല അല്ലേ? 70-ന് മുകളിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മെയിൻസിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരാഴ്ച ചില്ല് ചെയ്തിട്ട് വീണ്ടും ലാസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക? ലൈഫിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നോ വറീസ്. അടുത്ത കാര്യങ്ങളിലേക്ക് നോക്കുക. അറ്റംപ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യണം? അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലൊരു വിഷമവും വെക്കണ്ട. ഓക്കെ അപ്പോൾ ശരി, സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് എന്തായിരുന്നു? ധീരശങ്കരാഭരണം. ബിലവാൽ. ഞാൻ എന്താ പറഞ്ഞത് നിങ്ങളോട്? മേജർ സ്കെയിൽ. ഇതെന്താണ്? ഹിന്ദുസ്ഥാനി. ഇതോ കർണാട്ടിക്. ഇത് രണ്ടും കഴിഞ്ഞ് നമ്മുടെ വെസ്റ്റേണിൽ പോവുകയാണെങ്കിൽ വെസ്റ്റേണിൽ മേജർ സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവായി. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇതും അൺകൺവെൻഷണൽ ക്വസ്റ്റ്യൻ അല്ല. നിങ്ങൾക്ക് എക്കണോമിയുടെ ബേസിക്സ്, അതും സ്വല്പം അല്ല, ഒരു കൊളോണിയൽ ഹിസ്റ്ററി കുറിച്ചുള്ള നോളജ് രണ്ടും കൂടെ അമാൽഗമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും. ഇത് നിങ്ങൾക്ക് അറിയണ്ട.
ഇപ്പം ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ അവർ തന്നെ ഒരു ഹിന്റ് തന്നെ. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എല്ലാവരും ഒന്ന് വായിച്ചേ. ദ ആർട്ടിഫിഷ്യലി ഫിക്സ്ഡ് റുപ്പീ സ്റ്റെർലിംഗ് എക്സ്ചേഞ്ച് റേറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926. അപ്പം അവർ തന്നെ പറയുവാണ് ആർട്ടിഫിഷ്യലായിട്ട് എന്ത് ചെയ്യണം, ഇന്ത്യയുടെ രൂപേനെയും ബ്രിട്ടീഷിൻ്റെ പൈസ തമ്മിൽ ഫിക്സ് ചെയ്യുക. നമ്മൾ നാണ്യം ഫിക്സ് ചെയ്യത്തില്ലേ, നമ്മളിപ്പം $1 100 എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? മാർക്കറ്റിലായിട്ടാണ്. പക്ഷെ ചൈന എന്താ ചെയ്യുന്നത്? ആർട്ടിഫിഷ്യലി ഫിക്സ് ചെയ്യത്തില്ലേ? വാല്യൂ ചെയ്യാം, ഓവർ വാല്യൂ ചെയ്യാം, ഡിവാല്യൂ ചെയ്യാം. അതെന്താ ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ സ്വാഭാവികമായിട്ട്. ഇതൊരു കമ്മോഡിറ്റി അല്ലേ, നമുക്ക് തീരുമാനിച്ചൂടെ നമ്മുടെ റുപ്പിയുടെ വില? ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ വേണ്ടി വന്ന കമ്മിറ്റിയാണെന്ത്? ഹിൽട്ടൺ യങ്. അത് RBIയുടെ ഫോർമേഷനിലേക്കും ഈ കമ്മിറ്റി ഉണ്ട്. നമുക്ക് അതൊക്കെ പിന്നെ ക്ലാസ്സിൽ. ഇപ്പോൾ തൽക്കാലം അവർ തന്നെ ഹിന്റ് തന്നു. ഇതിൻ്റെ റീസൺസ് ഞാൻ ആദ്യം ഒരു ഹിന്റ് തരാം. കൊളോണിയൽ റൂൾ എന്താണ്? അടിച്ചമർത്തുന്ന റൂളല്ലേ. 1947 വരെയും നമുക്ക് ഗുഡായിട്ട് എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ? ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു, നെസസറി ആയതുകൊണ്ട്. കാരണം എന്താ? നമ്മളുടെ മൂവ്മെൻറ്റ്സും നമ്മുടെ ഫോഴ്സും കാരണം എന്തായി? അവർ ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അവരുടെ ഇൻറ്റൻഷൻ ഇതുണ്ടായിരുന്നോ? അവർ സ്വന്തമായിട്ടൊരു ഒരു കമ്മീഷൻ കൊണ്ടുവന്ന അതിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരിക്കും? താല്പര്യമായിരിക്കും ബ്രിട്ടൻ്റെ താല്പര്യം. അത് നമ്മുടെ മനസ്സിൽ വെക്കുക ബാക്ക്ഗ്രൗണ്ടിൽ. ഇനി നമുക്ക് ബേസിക് എക്കണോമിയുടെ ഒരു ഐഡിയ. ബേസിക് എക്കണോമി വേണം. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ച വളരെ ബേസിക് എക്കണോമി നമുക്ക് നോക്കാം. നാണ്യം നമ്മൾ എന്ത് ചെയ്തു? ഫിക്സ് ചെയ്തു ആണല്ലോ. നിങ്ങൾക്ക് അറിയില്ല, നമുക്ക് വായിക്കാം. എയ്ഡിങ് ദ ഫ്ലോ ഓഫ് റെമിറ്റൻസ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് റെമിറ്റൻസ്, അതായത് വൺ വേ ഫ്ലോ ഓഫ് മണി എന്നാണ് റെമിറ്റൻസിൻ്റെ അർത്ഥം. നിങ്ങൾ ഒമാനി വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ മാമൻ ഇങ്ങോട്ട് റിയാൽ അയച്ച എന്താ അത്? റെമിറ്റൻസ് അല്ലേ. ഇപ്പം നിങ്ങൾ പറയത്തില്ല ഇന്ത്യൻ രൂപ കുറച്ച് വീക്കായ നമുക്ക് നല്ലതാണ്, അവിടുന്ന് ഒമാൻ കൂടുതൽ കാശ് വരും അല്ലേ. അതിൻ്റെ സ്ഥാനത്ത് അപ്പം തിരിച്ച് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിയാൽ എന്താവണം? സ്ട്രോങ് ആവണം എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇനി ഇന്ത്യയിൽ നിന്ന് മണി അങ്ങോട്ട് പോവാം, അപ്പം ഇന്ത്യൻ രൂപ എന്താവണം? സ്ട്രോങ് ആവണം. അവരുടെ പെർസ്പെക്റ്റീവിൽ ഒമാനല്ലേ അവർക്ക് ഇന്ത്യൻ രൂപ എന്താവണം? ഓവർ വാല്യൂ ചെയ്യണം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ചെയ്യുന്നത്? ഓവർ വാല്യൂ. കാരണം ഇന്ത്യയിൽ നിന്ന് എന്താണ് സാലറികളായിട്ട് ഹോം ചാർജസ് നിങ്ങൾ എന്ത് ചെയ്യും? മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കും. എന്താണ് ഹോം ചാർജസ് ആയിട്ട്? സാലറികളായിട്ട്, ഗിഫ്റ്റുകളായിട്ട് ഒക്കെ ഇവിടുന്ന് എന്താണ് കാശിങ്ങനെ ഒഴുകുവാണ്. അത് ആർക്ക് ഗുണകരമാവും? അവിടെ ഒരു ഡെമോക്രസി അല്ലേ. അവിടുത്തെ MPമാർക്കും MLAമാർക്കും അല്ലെങ്കിൽ MLA പോലത്തെ ആൾക്കാർക്കൊക്കെ കാശ് കൂടുതൽ എത്തുന്നതല്ലേ അവരുടെ ഇൻട്രസ്റ്റ്. അവരങ്ങനത്തെ കമ്മീഷൻസ് അല്ലേ വെക്കത്തുള്ളൂ. നമ്മുടെ പൊതു താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. സോ ഒറ്റ വായനയിൽ ഫ്ലോ ഓഫ് റെമിറ്റൻസ് ഫ്രം ഇന്ത്യക്ക് എയ്ഡ് ആവും. ആ ചിന്തയിൽ അവരങ്ങനെ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഉത്തരവായിട്ട് എടുക്കുന്നില്ല, നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്. ആൻഡ് മെയിൻറ്റെയിനിങ് ഇന്ത്യസ് ക്രെഡിറ്റ് വർത്തിനെസ്. അതായത് ഇന്ത്യ ഭരിക്കുന്ന ആരാ? അവർക്ക് ഇന്ത്യയുടെ പേര് എന്ത് ചെയ്യാം? കടമെടുക്കാം. ആ കടമെടുത്ത് എന്ത് ചെയ്യാം? അങ്ങോട്ട് അയക്കാം. അപ്പോൾ ക്രെഡിറ്റ് വർത്തിനെസ് നല്ലതാണെങ്കിലല്ലേ ഇന്ത്യൻ ഗവൺമെൻറ് പോയി കടമെടുത്താൽ വട്ടവർ ആര് ഭരിച്ചാലും ഇന്ത്യൻ ഗവൺമെൻറ് പേരിലല്ലേ എടുക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് വർത്തിനെസ് കൂടണമെങ്കിൽ എന്ത് കൂടണം? സ്ട്രോങ് റുപ്പി ആയിരിക്കണം. അപ്പം ഇൻഹറൻറ്റ് ഇഷ്യൂസ് ഒന്നും ആ സ്റ്റേറ്റ്മെൻറ്റിനില്ല, അവിടെ നിൽക്കട്ടെ. പക്ഷെ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിന് അത് വിരുദ്ധമല്ല അല്ലേ, കോൺഫ്ലിക്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ വായനയിൽ. നമുക്ക് അവിടെ നിൽക്കാം. രണ്ടാമത്തെ നോക്കാം. പ്രൊവൈഡിങ് സപ്പോർട്ട് ടു ഇന്ത്യൻ ഇമ്പോർട്ടേഴ്സ്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എൻ്റെ അറിവിലില്ല, എൻ്റെ ലിമിറ്റഡ് അറിവിലില്ല, നിങ്ങളുടെ ലിമിറ്റഡ് അറിവിലും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ണും പൂട്ടി അത് എന്ത് ചെയ്യണം? റോങ് ഇടുക. അപ്പം ഞാനതങ്ങ് എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് എലിമിനേഷൻ. എൻകറേജിങ് എക്സ്പോർട്ട് ഓഫ്. ഞാൻ ചോദിക്കട്ടെ, ഇതവർ ചെയ്യുമോ? ഇത് രണ്ടാമത്തെ ലോജിക്കുണ്ട്. റുപ്പി എപ്പോഴും നമ്മൾ എക്സ്പോർട്ട് ഒരു രാജ്യത്തിന് കൂടുന്ന എപ്പോഴാണെന്നറിയോ? റെമിറ്റൻസ് പോലെ തന്നെ എക്സ്പോർട്ട് എപ്പോഴാണ് കൂടുന്നത്? അവിടുത്തെ നാണ്യം എന്താവണം? വീക്കാവണം. കാരണം മറ്റുള്ളവർക്ക് അഫോർഡബിൾ ആവണം. മനസ്സിലാവുന്നുണ്ടോ? ആ സെൻസിലാണ്. അപ്പം അത് എക്കണോമിയുടെ സെൻസിലും തെറ്റാണ്, ബേസിക് നോളജിൻ്റെ സെൻസിലും തെറ്റാണ്. കാരണം എന്താ? ബ്രിട്ടീഷുകാരെന്തായാലും നമ്മുടെ കോട്ടൺ പ്രൊഡ്യൂസ് ഇന്ത്യയിൽ നിന്ന് അവരുടെ ലാഞ്ചസ്റ്റർ തുണി അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ തുണി അങ്ങനെ കുറേ നല്ല നല്ല തുണികളില്ലേ അവരുടെ മെഷീൻ മെയ്ഡ് തുണികളെ ഇന്ത്യൻ തുണികൾ കോമ്പീറ്റ് ചെയ്യാൻ അവർ അനുവദിക്കുമോ? സ്വാഭാവികമായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതാണ്? ഇത് എലിമിനേറ്റ് ചെയ്തു. നമ്മൾ 50-50 ഇനി ഇത് വായിക്കാം. പ്രിവെൻറ്റിങ് ഡിപ്രിസിയേഷൻ. ഈ എക്കണോമിയുടെ ബേസിക് കൺസെപ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് ഡീവാല്യുവേഷനും ഡിപ്രിസിയേഷനും ഡിഫറൻ്റ് ആണെന്നറിയാം. ഡിപ്രിസിയേഷൻ മാർക്കറ്റ് ലെഡ് ആയിട്ടൊരു ആക്ടിവിറ്റി. ഡീവാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുവാണ്. ഒരു പ്രൊഡക്റ്റിനെ ഗവൺമെൻറ്റിന് ഡീവാല്യൂ ചെയ്യാം. പക്ഷേ
അതിൻ്റെ ഡിപ്രിസിയേഷൻ, അതായത് വിത്ത് റെസ്പെക്ട് ടു ഗോൾഡ് ഒരു പ്രത്യേക ലോകം മൊത്തം ഡിമാൻഡുള്ള മൂലധനം. അതിനെ വെച്ച് നമ്മൾ എത്രയൊക്കെ ഇന്ത്യൻ രൂപയുടെ പൈസ കൂട്ടിയാലും ഗോൾഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ നാച്ചുറലി ഗോൾഡ് ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൊരു ധനമല്ലേ. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ആർക്കെങ്കിലും അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഡിപ്രിസിയേഷൻ? ഇല്ല. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? ഗോൾഡ് വെച്ച് ഒരിക്കലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഡിപ്രിസിയേഷൻ. പകരം പ്രിവെൻറ്റിങ് ഡിപ്രിസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു UK മണി. UK മണി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം UK മണി ഇന്ത്യൻ മണിയും കൂടെ അല്ലേ കമ്പാരിസൺ. UK മണി വെച്ചിട്ട് ഇന്ത്യൻ പൈസ എന്ത് ചെയ്യാം? ഡിപ്രിഷിയേറ്റ് ആവരുത്, അപ്രിഷിയേറ്റ് ആവണം. എന്നാലേ നമുക്ക് ഗുണമുള്ളവർക്ക്. പക്ഷെ ഗോൾഡ് എന്താണ്? എല്ലാവർക്കും ലോകം മൊത്തം ആവശ്യമുള്ള സാധനമാണ്. ഗോൾഡ് വെച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? ഗോൾഡ് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു വെൽത്താണ്. ഇത് എക്കണോമിയുടെ ബേസിക്സ് ആണ്. നിങ്ങൾ പലരും ഈ ക്വസ്റ്റ്യൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മുഖം കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതും അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. സോ നമ്മൾ എന്തിലേക്ക് മാറുന്നു? എയിലേക്ക് പോകുന്നു. ഇതും ബേസിക് ആണ്. ഇതും അൺകൺവെൻഷണൽ ആണോ? അല്ല. അപ്പം ഫണ്ടമെന്റൽസ് മാത്രം പഠിക്കുക. സച്ചിൻ ദ്രാവിഡ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് കളിക്കാരാ അല്ലേ? എന്തുകൊണ്ട്? അവരെപ്പോഴും പറഞ്ഞു കേട്ടില്ലേ, സ്റ്റിക്ക് ടു ദ ബേസിക്സ്. കോഹ്ലി എന്താ നമ്മളിത് ഏറ്റവും വലിയ നല്ല കളിക്കാരനാന്ന് പറയുന്നത്? എവിടെ കൊണ്ടിട്ടാലും എന്ത് ചെയ്യും? ഒരു 10 ഇന്നിങ്സ് കളിച്ച കോഹ്ലി അതിനകത്തൊരു മെജോറിറ്റി നല്ല റൺസ് എടുക്കും. കാരണം എന്താ? ബേസിക്സിൽ സ്ട്രോങ് ആണ്. ബേസിക്സ് സ്ട്രോങ് ആവുക. എന്നിട്ട് പോവാണെങ്കിൽ പൊട്ടെന്ന് വെക്കുക. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം നമുക്ക് വായിക്കാം. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? എ. ചില ക്വസ്റ്റ്യൻസ് ആംബിഗസ് ആണ്. അത് UPSCയുടെ കീ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ അതിൻ്റെ നമ്മളുടെ ഉത്തരം പറയും. 2 ഉത്തരം. UPSCയുടെ ഉത്തരം വരുന്ന സമയത്ത് നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കാവുള്ളൂ. ഞാൻ അതാ പറഞ്ഞത്, ക്വസ്റ്റ്യൻ സെറ്ററിന് അത് തീരുമാനിക്കാം. ചില ചോദ്യങ്ങൾ അങ്ങനെയാണ്, ഒബ്ജക്റ്റീവ് അല്ല, അത് സബ്ജക്റ്റീവ് ചോദ്യങ്ങളായിട്ട് വരുന്നതുണ്ട്. നമുക്കത് അപ്പം നോക്കാം. ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കൂളാവണം. കൂൾ ഹെഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക, കൂളാവാൻ ട്രൈ ചെയ്യുക. ഈ നെർവസ് ആയാലും നിങ്ങൾ ആദ്യത്തെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ അത് നാച്ചുറലി കൂൾ ആയിക്കോളും ഹ്യൂമൻ ബീങ്. നിങ്ങൾ ബേസിക്സ് സ്ട്രോങ് ആണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കോളും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. തേർഡ് ക്വസ്റ്റ്യൻ വായിക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. പാലി ടെക്സ്റ്റ് കണ്ടെയ്ൻ ഫസ്റ്റ് ഡെഫിനിറ്റ് റെഫറൻസ് ടു കോയിൻസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഈ പാലി പുസ്തകങ്ങൾ ആരുടെ, അതായത് ബുദ്ധൻ അല്ലേ, ബുദ്ധൻ്റെ സമയത്ത് മഹാജനപദ സമയത്താണ് എന്ത് വരുന്നത്? സ്റ്റേറ്റ് കൺസെപ്റ്റ് വരുന്നതെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ. സ്റ്റേറ്റ് കൺസെപ്റ്റ് വരുമ്പോൾ എന്ത് വരും? നാണ്യം വേണ്ടേ? പൈസ വേണ്ടേ? സ്റ്റേറ്റ് കൺസെപ്റ്റിൻ്റെ ബേസിക് ഐഡിയ തന്നെ എന്താണ്? ഒരു പൈസയും അതിനകത്തൊരു എക്കണോമിക് സിസ്റ്റമോ അല്ലെ ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെ ഇത് നമ്മൾ NCERT ബേസിക് ഐഡിയ ആണ്. 5 മാർക്കഡ് ആയിട്ടുള്ള സിൽവർ കോയിനുകളൊക്കെ എന്ത് ചെയ്തു? ആ സമയത്ത് ബുദ്ധൻ്റെ സമയത്ത് ആദ്യമായിട്ട് മെറ്റാലിക് മണി വരുന്നത് എവിടാണ്? ആ ഒരു മഹാജനപദ. സ്റ്റേറ്റ് കൺസെപ്റ്റ് ഇന്ത്യയിൽ എന്നാണോ തുടങ്ങിയത്? അന്ന് തന്നെയാണ്. അത് ബുദ്ധൻ്റെ കാലവുമാണ്. ബുദ്ധൻ്റെ കാലം പാലി പുസ്തകങ്ങളുടെ കാലമാണ്. അത് ക്ലാസ്സിൽ പഠിപ്പിക്കും. ഒന്ന് ശരിയാണ്, ഇതല്ല ചോദ്യം. ഞാൻ ഒന്ന് ശരിയാണെന്ന് ഞാൻ തന്നെ ഒന്ന് ഓർത്തു. അപ്പം ഇതിൽ നിന്ന് എനിക്ക് പിടികിട്ടി എന്ത് പീരീഡാണെന്ന്? മഹാജനപദ പീരീഡ്. ഞാൻ ഓക്കെ, എൻ്റെ ബേസിക്സ് അവിടെ നിർത്തി. The literary evidence from Pali text is corroborated by the archaeological evidence of punch-marked coins from many sites, most of them made of silver. സിൽവർ ഒരു വാല്യൂ അല്ലേ, വാല്യൂ ഉള്ള മെറ്റൽ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പഞ്ച് മാർക്ക്ഡ് കോയിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് അവിടുന്ന് ഒരുപാട് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ എവിഡൻസ് നമുക്ക് അവിടുന്ന് കിട്ടി. സോ അതിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് വിചാരിച്ചു? നമ്മൾ എത്തിപ്പോയി. എവിടെ എത്തി? മഹാജനപദ പീരീഡ് എന്ന് 2ഉം വായിച്ചപ്പോൾ നമുക്ക് പസിൽ സോൾവ് ആയി. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. പീരീഡ് കിട്ടിയല്ലോ. മഹാജനപദ പീരീഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻഡസ് കഴിഞ്ഞ് പിന്നെ ഏതായിരുന്നു പീരീഡ്? വേദിക്ക് ഞാൻ കുറച്ച് എന്ത് കാലമായിരുന്നു? റൂറൽ കാലമായിരുന്നു ഞാൻ പറഞ്ഞു. വീണ്ടും ഒരു അർബൻ കാലം വന്ന എന്നാ? മഹാജനപദ പീരീഡിലല്ലേ വീണ്ടും പൈസ ഉപയോഗിക്കാൻ തുടങ്ങി, സ്റ്റേറ്റ് വന്നു അല്ലേ. മഗധ, അശോകൻ, ഇത്ര ആൾക്കാരായിരുന്നു. ബുദ്ധൻ ആരുടെ മകനായിരുന്നു? രാജാവിൻ്റെ മകൻ. അതിൻ്റെ അർത്ഥം എന്താ? അർബൻ കാലം. സൂപ്പർ കാലം അല്ലെങ്കിലും മോശമല്ലാത്ത കാലം. വായിച്ചേ, ഉത്തരം ഏതായിരിക്കും? ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ഹാവ് ബീൻ അസോസിയേഷൻ ആണ്. ഇതിനെ രണ്ടിനെയും എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം? എമർജൻസ് ഓഫ് അർബൻ ലൈഫ്. എമർജ് ചെയ്യാന്ന് പറഞ്ഞാൽ വരിക. അപ്പം അതിന് പുറകെയുള്ള ഒരു റിട്രോഗ്രേഡ് ആയിരുന്നു, അവിടുന്ന് വന്നു. എമർജൻ്റ് ശരിയല്ലേ? നിങ്ങൾ പഠിച്ച വളരെ ബേസിക് നോളജിൽ നിന്ന് തന്നെ ഇത് നിങ്ങൾക്ക് ഇത് ശരിയാക്കാൻ പറ്റും. ഇനി ദ ട്രാൻസിഷൻ ടു മണി എക്കോണമി. അതുവരെ ബാർട്ടർ സിസ്റ്റം, ക്രയവിക്രയം എങ്ങനെ ആയിരുന്നു? ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. ശരിയല്ലേ? ഇത് രണ്ടും ശരിയായ സ്ഥിതിക്ക് ആൻസർ എന്താ? സിയിലേക്ക് തന്നെ ഉത്തരം മാർക്ക് ചെയ്തോളൂ. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
ഇതൊരു ആംബിഗ്വസ് ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറയും. കാരണം നമുക്കൊന്ന് വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെമ്പിൾസ് ഹാസ് ഓർ ഹാവ് എ നഗര സ്റ്റൈൽ ശിഖര? ഈ നഗര സ്റ്റൈൽ ടെമ്പിൾ ആർക്കിടെക്ചറിൽ നമ്മൾ 2 തരം സ്റ്റൈലുകളാണ് പഠിക്കുന്നത്. ദ്രവീഡിയൻ സ്റ്റൈലും നഗര സ്റ്റൈലും. പിന്നെ ഇതിന് 2 സ്റ്റൈൽ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് രണ്ടിൻ്റെയും കൂടെ അമാൽഗമേഷൻ. നോർത്തേൺ ഇന്ത്യയിൽ നഗര, സദേൺ ഇന്ത്യയിൽ ദ്രവീഡ. ഇട ഇന്ത്യ ഇല്ലേ, മിഡ് ഇന്ത്യ. മിഡ് ഇന്ത്യ എന്ത് വേണം? മിഡ് ഇന്ത്യയിൽ എന്തായിരിക്കും? രണ്ടിൻ്റെയും കൂടെ നോർത്തിൽ നിന്നും കുറച്ചെടുക്കും, സൗത്തിൽ നിന്നും കുറച്ചെടുക്കും. വേസര സ്റ്റൈൽ എന്ന് പറയും. ആ ലൊക്കേഷൻ ഡെക്കാൻ ഇന്ത്യ ആയിരിക്കും. അപ്പോൾ ഡെക്കാൻ ഇന്ത്യയിൽ രണ്ടും കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രഡീഷണലി ബേസിക്സിൽ പഠിക്കുന്ന അമ്പലങ്ങൾ വിരുപക്ഷ. നമുക്കറിയാതെ ദ്രവീഡിയൻ തരം അതിൻ്റെ വിമാനം എന്താണ്, അതിൻ്റെ ശിഖര ഒരു വിമാന സ്റ്റൈലാണ്. വിമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സൗത്ത് ഇന്ത്യൻ ടൈപ്പാണ് അല്ലേ? സൗത്ത് ഇന്ത്യൻ ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ ചിത്രം? സൗത്ത് ഇന്ത്യൻ ടൈപ്പ് എങ്ങനെ ഇരിക്കുന്നത്? സൗത്ത് ഇന്ത്യൻ ടൈപ്പ് ദേ ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇങ്ങനത്തെ ഒരു കോട്ടലാട്ടറിൽ പോലെ ഇരിക്കും. കണ്ടിട്ടില്ലേ അമ്പലങ്ങൾ? ഇവിടെയൊക്കെ ദൈവങ്ങളുടെ പടമൊക്കെ വരച്ചു വെച്ച് ഇങ്ങനെ. സൗത്ത് ഇന്ത്യൻ അമ്പലം ഇതാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ 4 എലിമിനേറ്റ് ചെയ്ത് വിടാം. അവിടെ നമുക്ക് സംശയമില്ല. എപ്പോഴും നമ്മൾ 50-50 ഉത്തരം എടുക്കണം. അതാണ് അതിൻ്റെ ഒരു രീതി. കാരണം നമ്മളൊരു നല്ല സെറ്റ്, ഒരു ബൾക്ക് സെറ്റ് എടുക്കുമ്പം നമുക്ക് കൂടുതലും ഗുണമായിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് 4 എലിമിനേറ്റ് ചെയ്തു ഞാൻ. ഇനി ഇത് ഈ വാതാപ്പല്ല ബദാമിയും ഐഹോളയും ആക്ച്വലി ഇത് റെഫർ ചെയ്യുന്ന സമയത്ത് ഇത് പോട്ടെ. ദശാവതാര ടെമ്പിൾ ഒരു മെയിൻ കാര്യം. ഇത് ബേസിക്സാണ്, NCERT-യിലുള്ളതാണ്. ഇതെന്താണ്? നഗര സ്റ്റൈലിൻ്റെ തുടക്കകാലമാണ് ദശാവതാര ടെമ്പിൾ. നഗര സ്റ്റൈലിൻ്റെ തുടക്കകാലം. ഇത് NCERT-യിൽ ചിത്രം ഉൾപ്പെടെ ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും? നഗര. ശരി, 3 ഉണ്ട്. അപ്പം 3 ഉള്ള ഓപ്ഷൻസ് നോക്കിയെടുക്കണം. 50-50 എത്തുന്നു. ഇനി UPSC വരണം. കാരണം ഈ ഒരു ചോദ്യം, ഈ ഒരു ക്ഷേത്രം ഐഹോൾ ഏത് സെൻട്രൽ ഇന്ത്യ അല്ലേ? സെൻട്രൽ ഇന്ത്യ അല്ലെങ്കിൽ ഡെക്കാൻ ഇന്ത്യ. ഇവിടെ എന്താണ്? വേസര സ്റ്റൈലാണ്. നമുക്ക് എക്സാം ഹോളിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡീം അതടിക്കണം. ഏതെങ്കിലും 50-50 നിങ്ങൾ പിടിക്കുക. പക്ഷേ ഞാനാണെങ്കിൽ 3 ആണ് കൊടുക്കുന്നത്. UPSC പലരും ഇത് രണ്ടും, പല ഹിസ്റ്റോറിയൻസും ഈ അമ്പലവും എന്താണ് നഗര സ്റ്റൈലാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനായിരുന്നെങ്കിൽ എക്സാം ഹോളിൽ ബേസിക്സ് നിർത്തി C ഉള്ളി എടുത്തേനെ. നിങ്ങൾക്ക് ഓപ്പൺ ഡു ആണ്. UPSC-യുടെ വരട്ടെ. ഞാൻ അതുകൊണ്ട് ഇവിടെ ഒരു ഉത്തരം പറയുന്നില്ല. ഇവിടെ എത്തുക. ഓക്കെ, ഗുഡ്. അപ്പം ഇതുവരെ നമ്മൾക്ക് എന്താ മനസ്സിലായത്? സ്റ്റിക്ക് ടു ദ ബേസിക്സ്. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അൺകൺവെൻഷണൽ അല്ല. കുറച്ച് കട്ടിയിടണ്ടേ UPSC സ്വാഭാവികമായിട്ട്, കുറച്ചൊക്കെ. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ അൺകൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. 5ാമത്തെ ചോദ്യം. ഇത് നമുക്ക് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. ഇത് ജൈനിസവും ബുദ്ധിസവും UPSC-യുടെ ഫേവറേറ്റ് ഏരിയ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പം A.L. ബഷാമിൻ്റെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, അതിൽ 2 ചാപ്റ്റർ വായിക്കാൻ ഞാൻ വേണം എല്ലാവരോടും സജസ്റ്റ് ചെയ്യും. ബുദ്ധിസവും ജൈനിസത്തെ കുറിച്ച് ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾക്ക് അത് വായിക്കാം. ഓൾഡ് NCERT വായിക്കാം. ബുദ്ധിസവും ജൈനിസവും നിങ്ങൾ കുറച്ച് കൂടുതൽ വായിച്ചാലും അത് അധികം അറിവാകത്തില്ല. കാരണം എന്താണ്? UPSC-ക്ക് ദാഹമാണ് ബുദ്ധിസത്തിനെയും ജൈനസത്തിനെയും കുറിച്ച് ചോദിക്കാൻ. ഇപ്പം ജൈനിസം നിങ്ങളെല്ലാം പഠിക്കും. അനേകാന്തവാദ, സ്യാദവാദ, സപ്തഭംഗിനായ എല്ലാം പഠിക്കും. പക്ഷേ ചാക്കോമാഷിൻ്റെ മോൻ ചിലത് മാത്രം പഠിച്ചില്ല. അത് അങ്ങനത്തെ ഒരു ചോദ്യം വന്നെന്നിരിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് അറിയാം, ഒരു കാര്യം അറിയാം. ബുദ്ധിസത്തിൽ എല്ലാത്തിനും എന്തുണ്ട്? സോളുണ്ട്. സോൾ അല്ലേ? ആത്മാവുണ്ട്. നമുക്ക് നോക്കാം. എമംഗ് ദ 4 മെയിൻ ഫോംസ് ഓഫ് എക്സിസ്റ്റൻസ്, ജൈനിസം ഒരു റിവോൾട്ട് അഗെയിൻസ്റ്റ് വേദിക് സിസ്റ്റം ആയിരുന്നു. ഒരു ഹെട്രോഡോക്സ് സിസ്റ്റം എന്ന് വിളിക്കാം. ഓർത്തഡോക്സ് അല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒബ്സർവേഷനും ഭൂമിയിൽ ചവിട്ടി തന്നെ ആയിരിക്കും. അവർക്ക് സിദ്ധശില എന്ന് പറഞ്ഞ ഹെവനൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവരുടെ ചിന്താരീതി എങ്ങനെ ആയിരിക്കും? ബ്രഹ്മത്തെ പോലത്തെ അങ്ങനത്തെ തോട്ട്സ് ആയിരിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് എക്സാം ഹോൾ ചെയ്യുന്ന ജൈനസമാണ്. നിങ്ങൾക്ക് ലാൻഡിൽ കാലുറപ്പിച്ച് നിങ്ങൾക്ക് അവരുടെ ടേംസ് തിങ്ക് ചെയ്യാൻ പറ്റും. 4 ഫോംസ് ഓഫ് ലൈഫിനെ കുറിച്ചാണ് ചർച്ച. നിങ്ങൾക്ക് അറിയത്തില്ല 4. അപ്പം നിങ്ങൾ അവിടെ ഇരുന്ന് പ്രെഡിക്റ്റ് ചെയ്യണം 4 എന്തായിരിക്കും. പെട്ടെന്ന് മനുഷ്യൻ. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഹിന്റ് തന്നെ നമുക്ക് വായിക്കാം. ദേവ, ഡെമി ഗോഡ്സ് എന്ന് തന്നെ തന്നു. ദേവ, യക്ഷ, മനുഷ്യ, ഈ ത്രിയഞ്ച, അതായത് ആനിമൽസ്. അപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പം ഫോംസ് ഓഫ് എക്സിസ്റ്റൻസ് ഈ മനുഷ്യനുണ്ട് അല്ലേ? മൃഗങ്ങളും പ്ലാന്റ്സും ഉണ്ട്. സ്വാഭാവികമായിട്ടും അപ്പം അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. ദൈവം, പിശാച്. ഇത് ഓട് വൺ ഔട്ട് പിടിച്ചാൽ ഒരേപോലുള്ളവരെ നമ്മൾ എടുക്കണോ? ഓട് വൺ ഔട്ട് 2 പേര് ഒരുപോലെ ഇരിക്കുക. അതിൽ ഒരാളല്ലേ ഉത്തരവായിട്ട് വരത്തുള്ളൂ അല്ലേ? ഇതേ 2 ഒരേ കാറ്റഗറിയാണ്. ഒരേ കാറ്റഗറി ഓപ്ഷനായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോഡീഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്?
ഒരേ കാറ്റഗറി വന്ന് നിങ്ങൾ ഒരു കാറ്റഗറി ബ്രോഡർ കാറ്റഗറി എന്ത് ചെയ്യും ഉത്തരവാദിത്തം എടുക്കും. അപ്പം ഞാൻ ആലോചിച്ചപ്പം ദൈവം, പിശാച്ച്, മനുഷ്യൻ, മൃഗം, പ്ലാന്റ്സ് 4 കാറ്റഗറി എനിക്ക് അവിടെ നിന്ന് തോന്നി. പക്ഷേ ഇത് എക്സാം ഹോളിൽ നിന്ന് തോന്നാൻ ഇത്തിരി ഡിഫിക്കൽട്ടൊന്നുമല്ല. ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പഠിക്കുന്നതാണ് ആൾക്കാർ, പക്ഷെ എല്ലാവരും ഇത് പഠിക്കണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരേ കാറ്റഗറി ഉള്ളതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒന്നിനെ എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതിനകത്ത് ബ്രോഡർ ആരാണ്, ദൈവം. അപ്പം ദൈവവും വരുന്നു എന്നെടുത്തു. അപ്പം നിങ്ങൾക്ക് ഉത്തരവായിട്ട് ആരാ വന്നേ, ഡയറക്റ്റീസ്. അപ്പം ഇതും നമുക്ക് വലിയ ഡാമേജ് ഇല്ലാതെ ആ പേപ്പറിനെ എന്ത് ചെയ്യാം, ട്രെഡ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഇവിടെ എത്തുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഇതൊക്കെയാണ് സ്റ്റിക്ക് ടു ദ ബേസിക്സ്. ഞാൻ ഇതൊന്നും ബേസിക്സ് അല്ല. നിങ്ങൾക്ക് ഇത്രയൊന്നും പെയിന്റിങ്സ് പോയി പഠിക്കാൻ പറ്റുമോ, ഇല്ല. നിങ്ങൾക്ക് ഫേമസ് പെയിന്റിങ്സ്, അതായത് മ്യൂറൽ പെയിന്റിങ്സ് ഫേമസ് അജന്തയൊക്കെ നിങ്ങൾ പഠിക്കുന്നു. മിനിയേച്ചർ പെയിന്റിങ്സ് നിങ്ങൾ കുറച്ച് പഠിക്കുന്നു അല്ലേ. ഇപ്പോൾ രാഗമാല പോലത്തെയോ അല്ലെങ്കിൽ ഇങ്ങനെ താഴെ വരുമ്പോൾ കുറച്ച് മിനിയേച്ചർ പെയിന്റിങ്സ് പഠിക്കും. ഇത് രണ്ടും പിന്നെ കുറച്ച് മോഡേൺ രവിവർമ്മ പോലത്തെ പെയിന്റിങ്സ് നിങ്ങൾ പഠിക്കും. തീർന്നു. സ്റ്റിക്ക് ടു ദ ബേസിക്സ്. ഇതിനപ്പുറം UPSC ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലോജിക് ഉണ്ടോ എന്ന് ആലോചിക്കുക, എന്തെങ്കിലും വാക്ക് വെച്ച് പിടിക്കാൻ, ഇല്ല എന്ത് ചെയ്യുക, വിട്ടേക്കുക. ഇത് വിടേണ്ട ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇത് ഞാൻ വിടണമെന്ന് എങ്ങനെ എപ്പോഴും പറയത്തില്ല. നിങ്ങൾക്ക് ഒരു ചെറിയ ലോജിക്ക് ഇവിടെ ഉണ്ട്. എക്സാം ഹോളിൽ കത്തിയ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം എറ്റിമോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. എറ്റിമോളജി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന് അർത്ഥം എന്താണ്, റൂട്ട് ഓഫ് ദ വേർഡ്. വേർഡിന്റെ റൂട്ട് നിങ്ങൾ വേർഡിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്ക്. ഹല്ലി, മറ്റേ മോഹൻലാൽ മറ്റേ സിനിമയിൽ പറയത്തില്ലേ, മറ്റേ ഇതിലേക്കുള്ള ശ്രീഹള്ളിയിലേക്കുള്ള ഹള്ളി ടൗൺ, ശ്രീഹള്ളിയിലേക്കുള്ള. അപ്പൊ ഹള്ളി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ശ്രീഹള്ളി ഓർമ്മ വന്നു. ശ്രീഹള്ളിയായിട്ട് ബന്ധം എന്തോ ഹള്ളി. പിന്നെ ഇത് ബേസിക്സാ, 50-50 എത്താൻ പറ്റും. ബാക്ക് കേവ്സ്, ബുദ്ധിസം തന്നെ വരുമ്പോൾ ആരൊക്കെ വരും, സമുദ്രമന്ഥൻ ആരാണ്, ഹിന്ദുസോ. ചാൻസ് ഇല്ലെന്നേ പറയും, ഇല്ല എന്നൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ ചാൻസ് ഇല്ല. ബുദ്ധിസം ഇതിനകത്തുണ്ട്. അപ്പം ബുദ്ധിസം കളയാൻ പറ്റത്തില്ല. കൈലാസ എന്തായാലും വരാൻ ചാൻസ് ഇല്ല അല്ലേ, ഇത് വരില്ല. കൈലാസനാഥ് ടെമ്പിളിലും ഉണ്ട് നമുക്ക്, മാമല്ലപുരത്തുണ്ടത്. നമ്മൾ അതും എലിമിനേറ്റ് ചെയ്തു, ഡീനെ എലിമിനേറ്റ് ചെയ്തു. 50-50 എത്താൻ പറ്റുമോ, 50-50 അടിപൊളിയല്ലേ. ബച്ചൻ പോലും അല്ലെങ്കിൽ മുകേഷോ സുരേഷ് ഗോപി കൊടുക്കുന്നില്ലേ 50-50 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഇറ്റ് റൈറ്റ് കൂടി. ഇത് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് ലീവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണോ, അല്ല. ഇത് ലീവ് ചെയ്യരുത്. നിങ്ങളുടെ ബാഗ് കേവ്സ് ആണ് നിങ്ങളുടെ ബേസിക്സ്. ബാഗ് കേവ്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന അജന്ത കേവ്സ് പോലത്തെ ഒരു കേവാണ്. നമ്മൾ എടുത്തു, 50-50 ഇനി ഹള്ളി, ശ്രീഹള്ളി സ്ഥലം, ഓക്കെ, അവിടെ നിൽക്കട്ടെ, എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഇവിടെ ഒരു ലാസ്യം കണ്ടു. മോഹൻലാൽ പറയത്തില്ലേ, താണ്ഡവം പുരുഷന്റെ വിധിയും ലാസ്യം സ്ത്രീയുടെ വിധിയും. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലേ, മോഹൻലാൽ ഡാൻസ് കളിച്ച് ലാസ്റ്റ് വിഷം കുടിച്ച് വിനീത് കൊല്ലുന്ന സിനിമ. എൻ്റെ പേരറിയാമോ, കമലദളം. വെരി ഗുഡ്, കമലദളം. ഇത് നിങ്ങൾ ബേസിക്സാ, ഇത് ഫണ്ടമെന്റൽസാ. മോഹിനിയാട്ടം സിനിമയല്ല, മോഹിനിയാട്ടത്തിന് ഏത് ഭാവമാ, ഇത് നിങ്ങളുടെ ബേസിക്സാ. ഡാൻസിൽ നിങ്ങൾ പഠിക്കും, ഏതാണ്, ലാസ്യം അല്ലേ. അല്ലെങ്കിൽ കഥകളിക്ക് രണ്ടും ഉണ്ട്. കാരണം എന്താ, കീചകവധം താണ്ഡവം പോലെ വേണേൽ വിളിക്കാം. കീചകവധത്തിൽ ശിവനല്ല തോന്നുന്നു, ശിവന്റെ ആ താണ്ഡവം. പക്ഷെ പുരുഷന്റെ വിധിയാണെന്ത്, താണ്ഡവം. അപ്പം ലാസ്യ എന്നുള്ള ടേമും ഹള്ളി നമ്മുടെ ശ്രീഹള്ളിയും. അപ്പം ഹള്ളി സ്ഥലം പോലെയൊക്കെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ശ്രീഹള്ളിയിലെ, അപ്പം ഹള്ളി ഓക്കെ. ലാസ്യ ഡാൻസ്, അപ്പം നാട്ടിലെ ഡാൻസ്, പെണ്ണുങ്ങളുടെ ഡാൻസ് പോലെ തോന്നുന്നു. പെണ്ണുങ്ങളില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാൻസ് പോലെ തോന്നുന്നു. കുത്തുക. ശരിക്കും ഇതെന്തായി, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ 10 ഇങ്ങനെ ചെയ്യുമ്പം ഒരു 7-8 അങ്ങ് ശരി, ഒരെണ്ണമൊക്കെ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. PYQ എടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് 10 വർഷത്തെ PYQ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം എന്താണ്, ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ റിസ്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കോമ്പറ്റീഷൻ കണ്ടോ, നിങ്ങൾ ലെവൽ പ്ലേയിങ് ഫീൽഡ്, എല്ലാ എണ്ണം ഒരുപോലെ പഠിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ റിസ്കുകൾ എടുക്കുക. അപ്പോൾ ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വലിയ ഡാമേജ് ഇല്ലാതെ ഈ ചോദ്യത്തിലേക്ക് പോകാമല്ലോ. അങ്ങനെ 6ാമത്തെ ചോദ്യം എത്തി. ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. 70ക്ക് മുകളിൽ വരുന്നവരെല്ലാവരും മെയിൻസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ. 7ാമത്തെ ചോദ്യം, ഇതാണ് അൺകൺവെൻഷണൽ. 6 ചോദ്യത്തിൽ ഞാൻ ഒരിക്കൽ പോലും അൺകൺവെൻഷണൽ പറഞ്ഞോ. ബേസിക്സിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഹിന്റ് എക്സാം ഹോളിൽ നിന്ന് ഉണ്ടാക്കാം, ബാക്ക് കേവ്സ് വരെ NCERT-യിലുള്ളതാണ്. പക്ഷേ മൺകനി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മൺകനി എന്ന് കാണുന്നത്. മൺചട്ടി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, മൺകനി എന്ന് ഞാൻ കേട്ടിട്ടില്ല. മൺചട്ടി പല രീതിയിൽ ഞാൻ പ്രയോഗിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ മൺകനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇല്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വായിച്ചു നോക്കാം, എന്തെങ്കിലും ലോജിക്ക് അതിനകത്തുണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ അങ്ങ് പ്രാർത്ഥിച്ചു വിടുന്നു. നിങ്ങൾ ഊഹിക്കല്ലേ, ഓക്കെ. എക്സാമിനർ തുമ്മിയാലും കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. സോ നമുക്ക് നോക്കാം. അയ്യോ,
കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു പ്ലേസ് വാല്യൂ സിസ്റ്റം. പ്ലേസ് വാല്യൂ സിസ്റ്റം 123. പ്ലേസ് വാല്യൂ 2ന്റെ എത്ര? ടെൻസ്. പ്ലേസ് വാല്യൂ സിസ്റ്റം അതല്ലേ? 3 എത്ര? 100. 1 × 1 + 2 × 10 + 3 × 100. ഇതായിരിക്കും പ്ലേസ് വാല്യൂ സിസ്റ്റം. എനിക്ക് അതും എക്സാം ഹോളിൽ അറിയില്ല. അതായിരിക്കും എന്നാണ് ഞാൻ വായിച്ച് പഠിച്ചിട്ടുള്ളത്. ഇതെന്നാണെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിയത്തില്ല. നോക്കാം. ദ ഏർലിയസ്റ്റ് എപ്പിഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കട്ടിയുള്ള വസ്തുവിൻ്റെ പുറത്ത് എഴുതി വെക്കുന്നതിനെ എപ്പിഗ്രഫി എന്ന് വിളിക്കുക. അത് കല്ലാവാം, കട്ടിയുള്ള എന്താവാം. യൂസ് ഓഫ് പ്ലേസ് വാല്യൂ സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് ഫൗണ്ട് ഇൻ മൺഗനി പ്ലേറ്റ്സ്. പേരും ഗുജറാത്തും മൺഗനി എനിക്ക് അറിയാം. ഒരു തരത്തിലും അത് എലിമിനേറ്റ് ചെയ്യാൻ പാടാം. മൺഗനിയൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ അല്ല പ്രൊനൗൺസ് ചെയ്യേണ്ടത് തന്നെങ്കിലോ നമുക്ക് എറ്റിമോളജി ഒന്നും വെച്ച് പിടിക്കാൻ പറ്റുന്നില്ല. അതവിടെ നിൽക്കും. ലീവി 9ാം സെഞ്ചുറി. സമയമൊക്കെ ഏകദേശം അടുത്തടുത്ത. ദ പ്ലേസ് വാല്യൂ ബിക്കം ജനറൽ. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു 100-200 വർഷം ജനറൽ ആവും. അപ്പോൾ ഇവർ തമ്മിൽ കൺസിസ്റ്റൻസി ഉണ്ട്. പക്ഷേ ഇത് ശരിയായാലല്ലേ ഇത് കാര്യമുള്ളൂ. കൺസിസ്റ്റൻസി നോക്കി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ശരിയായോ എന്ന് ഫസ്റ്റ് ഹാൻഡ് നമുക്ക് അറിയത്തില്ല. ശരിയാന്ന് അറിഞ്ഞാൽ കൺസിസ്റ്റൻസി നോക്കി എന്ത് ചെയ്യാം? UPSC അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം അറിഞ്ഞാൽ മതി. ബാക്കി കൺസിസ്റ്റൻസി നോക്കി എന്ത് ചെയ്യാം? ടിക്കറ്റ് നമ്മളങ്ങ് പോവും. അപ്പം ഇവനെ നമുക്ക് അറിയില്ല. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ പ്ലേസ് വാല്യൂ ഹാവ് ബീൻ ഫൗണ്ട് ഇൻ സാൻസ്ക്രിറ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആസ് ഏർലി ആസ്. അതും കാലഘട്ടം മാച്ച് ആവുന്നു. ഇവർ 3 പേരും ഇൻഹറന്റ് എന്തില്ല? കോൺഫ്ലിക്റ്റുകളില്ല. ഒരാളെ അറിഞ്ഞാൽ നമുക്ക് ജാക്ക് പോട്ടാ. കാരണം എന്താ? 3 സ്വാഭാവികമായി സംഭവിക്കാം. അവിടെ നിങ്ങൾ എടുക്കേണ്ട റിസ്ക് 50-50. ഒന്നെങ്കിൽ ഓൾ ഓഫ് ദ അബവ്, അല്ലെങ്കിൽ അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ അവിടെ ലോജിക്, ചില ബിരുദന്മാർ ലോജിക്ക് എങ്ങനെ എടുക്കുന്നത്? ഇവിടെ ഇൻകൺസിസ്റ്റൻസീസ് ഇല്ലാത്തത് കൊണ്ടും സ്വാഭാവികമായിട്ട് നടക്കാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര വേഗം ഇതല്ല നടക്കുന്നതും കൊണ്ട് ഇവിടെ ഒരു 50-50 റിസ്ക് എടുത്താൽ മതി. ഇവനെ ശരിയാണെങ്കിൽ എല്ലാം ശരി. അപ്പം D ആണ് ലോജിക് സജസ്റ്റ് ചെയ്യുന്നത്. എന്ത് ലോജിക്ക്? നമ്മുടെ ലോജിക്, മറ്റേ നോളജ് അല്ല, നമ്മുടെ കോടീശ്വരൻ പരിപാടി ചെയ്യുന്ന പരിപാടി. അത് ഇവിടെ നമുക്ക് ചെയ്യാം. അവിടെ 1 മില്യൺ കിട്ടും, ഇവിടെ മെയിൻസ് എഴുതാനുള്ള ചാൻസ് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഞാൻ പറഞ്ഞ ലീവ് ചെയ്യാനാ. പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതേതാണ്? D. ഇത് ഞാൻ റിസ്ക് ആണ് കേട്ടോ. UPSC ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? പണി തരാനും ചാൻസ് ഉണ്ട്. D എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് സാംസ്കൃതിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വിഷമവും. അപ്പം ഞാനതിനെ എഴുതുന്ന മാർക്ക് ചെയ്യുന്ന പോലില്ല. ഇതിൻ്റെ ഉത്തരം ആക്ച്വലി എന്താണ്? D ആണേ. സെർച്ച് ചെയ്ത് നോക്കി കണ്ടുപിടിച്ചതാണ്. D ആണ്. ഇത് നോളജിലില്ല, ബേസിക്സ് അല്ല, എനിക്കും അറിയില്ല, പഠിപ്പിക്കുന്നവർക്ക് വളരെ കുറച്ച് പേർക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ സംസാരിച്ച ആർക്കും അറിയത്തില്ല. 8ാമത്തെ ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ഇൻ ഹാരപ്പൻ ടൗൺ. ഓക്കെ, ഹാരപ്പൻ ടൗൺ നമുക്ക് നോക്കാം. ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. ദർ ഈസ് വൈഡ് ഒക്കറൻസ് ഓഫ് സ്പിൻഡിൽ ഹോൾസ്. കാരണം നമ്മൾ അന്ന് പറഞ്ഞു ഹാരപ്പനി എന്ത് ഉണ്ടായിരുന്നു? കോട്ടൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? കോട്ടൺ വെറുതെ ഉണ്ടാവും. കോട്ടൺ എന്ത് വേണം? തയ്ക്കാനുള്ള തയ്പ്പ് സൂചി വേണം. ഇൻ ദ ഹൗസസ്, വീടുകളിൽ ഇരുന്ന് തയ്ച്ചു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, നിങ്ങൾക്ക് ഇത് അറിയണം. ഇതല്ല ചോദ്യം. ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ അവർ തന്നേക്കുന്നത്. ഓക്കെ, ഇതും ഒരു ചോദ്യം ആക്കായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയത്. കാരണം എന്താ? ഇത് ഇൻഫറൻസാണ്. ഇത് 3 ശരിയാന്നുള്ള രീതിയിലാണ് തന്നേക്കുന്നത്. അവിടെ എന്തില്ല? സ്പിന്നിങ് വീലുകളില്ല. ഈ സ്പിന്നിങ് വീൽ ഉണ്ടെങ്കിൽ എന്താ അഡ്വാൻറ്റേജ്? എളുപ്പം പണി നടക്കും. സൂചി ഇട്ട് തയ്ച്ചാലോ സമയമെടുക്കും. അത് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കോമൺ സെൻസ് ആണ്. അത് അറിയത്തില്ല, ഇവിടെ വായിക്കുമ്പോൾ പിടിയിട്ടു. അടുത്ത വെയ്റ്റും മെഷർമെന്റ് സ്കെയിൽസ് കംപ്ലീറ്റ് വിത്ത് ഗ്രാജുവേഷൻസ് ഹാവ് ബീൻ ഡിസ്കവേർഡ്. ശരിക്കും ഭയങ്കര കൃത്യമാണല്ലേ? വെയിറ്റുകൾ കൃത്യം എന്നല്ലേ നമ്മൾ പറയും. ചേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എക്സാം നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. ചേർട്ട് വെയിറ്റുകളുണ്ട് അവിടെ. അടുത്ത 3ാമത്തെ. There are houses built in large part with baked bricks. അവരുടെ ഒരു ഇതാണ്. ഇത് ശരിയാണ്, എന്നാലും നമ്മളൊന്ന് അറൗണ്ട് റിലേറ്റീവ്ലി സ്പേഷ്യസ് കോർട്ട്യാർഡ് അല്ലേ? ബേക്ക് ബ്രിക്ക് വീടുകളെ കുറിച്ചാണ് പറയുന്നത്. നടുമുറ്റം, വലിയ നടുമുറ്റമുണ്ട്. വിത്ത് their own wells, സ്വന്തം വെല്ല്, സ്വന്തം ബാത്റൂം, സ്വന്തം റൂം. പ്രൈവസി പിടികിട്ടി. പ്രൈവസി എന്ന് തന്നെ NCERT എഴുതിയേക്കുന്നത്. ഭയങ്കര പ്രൈവസി. അവർ സ്വന്തം വഴികളിലോട്ട് പോലും അവരുടെ വീടുകൾ തുറക്കത്തില്ല. അവരുടെ വീടുകൾ അലേപാത്തുകളില്ലേ? അലേവേസ് എന്നൊക്കെ പറയത്തില്ല ഇംഗ്ലീഷുകാർ. ബാക്കിൽ ഈ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ സ്പൈഡർമാൻ്റെ ഒക്കെ കണ്ടിട്ടില്ലേ? വീടുകളുടെ പുറകെ കൂടെ ഒരു സ്ട്രീറ്റ് ഉണ്ട് ഈ വേസ്റ്റ് കൊണ്ടുപോകാനും വീട്ടിലേക്കുള്ള ഫർണിച്ചർ മൂവ് ചെയ്യാനൊക്കെ. അലേവേസ്, അങ്ങോട്ടാണ് അവരുടെ ഓപ്പണിംഗ് തന്നെ. അപ്പോൾ എന്താ? ശബ്ദമൊന്നും മെയിൻ സിറ്റിയിൽ നിന്ന് വരാതിരിക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഇൻഫർ ചെയ്തേ. സ്റ്റേറ്റ്മെന്റ് 1 എന്താ? വൈഡ് ഒക്കറൻസ് ഓഫ് ഇത്. പക്ഷേ സ്പിന്നിങ് വീലില്ല. സജസ്റ്റ് ദാറ്റ് സ്പിന്നിങ് വാസ് എ ലേബറസ് ആക്ടിവിറ്റി. ശരിയാ, ഇരുന്ന് എന്ത് ചെയ്യണം? മുഷിഞ്ഞ് പണി ചെയ്യണം. കോമൺ സെൻസ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? അതിനെ ശരി കുത്തി.
സ്റ്റേറ്റ്മെന്റ് 2 സജസ്റ്റ് ദാറ്റ് എക്സ്റ്റെൻഡ് ഓഫ് സയന്റിഫിക് നോളജ് ദാറ്റ് ദ ഹാരപ്പൻ. കൃത്യമായിട്ട് വെയിറ്റ് മാനേജ് ചെയ്യണം. എന്ത് വേണം? സയന്റിഫിക് ആയിട്ടുള്ള നോളജ് വേണം. ഒന്നും കൂട്ടിയാ 16 മൾട്ടിപ്പിൾസ് അറിയണം. 16 മൾട്ടിപ്പിൾസ് എടുത്താലേ നമുക്ക് കറക്റ്റ് വെയിറ്റുകൾ കൂട്ടി പോകാൻ പറ്റത്തുള്ളൂ അല്ലേ? 16 മൾട്ടിപ്പിൾസോ 360 കുറിച്ച് പറഞ്ഞാൽ സർക്കിളിനെ കുറിച്ച് തിരിക്കുക. അപ്പം നമ്പറുകളെ കുറിച്ചുള്ള നല്ല നോളജ് ഒരു കോമൺ സെൻസ് ആണ്. സയൻസ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക. അവർ സയന്റിഫിക്കലി അടിപൊളിയാണ്. സ്റ്റേറ്റ്മെന്റ് 3 സ്വന്തം വീട്, പ്രൈവസി അതാണ് സ്റ്റേറ്റ്മെന്റ്. സജസ്റ്റ് ദാറ്റ് ദി എമർജൻസ് ഓഫ് കോമൺ പ്രോപ്പർട്ടി സിസ്റ്റം. ഇത് മാർക്സിസം അല്ലേ? കോമൺ പ്രോപ്പർട്ടി എന്നൊരു സിസ്റ്റം. സ്വന്തം വീടുകളെ കുറിച്ചാണ് ചർച്ച. കോമൺ പ്രോപ്പർട്ടി ആണോ അത്? കോമൺ പ്രോപ്പർട്ടികളുണ്ട്. അത് ഇതല്ല തരേണ്ടത്. ഗ്രേറ്റ് ബാത്ത് എന്നോ അല്ലെങ്കിൽ അതെ ഗ്രേവ് യാർഡ് ചിലപ്പോൾ കോമൺ ആയിട്ട് സെമിത്തേരികളുണ്ട് അല്ലേ? നമുക്ക് അത് എന്ത് ചെയ്യാം? അതൊക്കെ പറയാം. പക്ഷെ ഇവിടെ കോമൺ പ്രോപ്പർട്ടി, ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവിടെ ഉള്ളത്. അവർ സ്വന്തം സ്ഥലത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, പ്രൈവസിക്ക് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യർ. ഇത് തെറ്റല്ലേ? 3 എലിമിനേറ്റ് ചെയ്തേ. ഉത്തരം എന്താ അപ്പം? 1 and 2. നിങ്ങൾക്കിത് സിമ്പിൾ അല്ലേ? ഇതൊക്കെ കൺവെൻഷണൽ ആണേ. ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. അത്രേ ഉള്ളൂ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. 9ാമത്തെ ചോദ്യം. വിച്ച് വൺ? ഇത് മോഡേൺ ഇന്ത്യയുടെ ബേസിക്സ് ആണ്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിന്റെ. വിത്ത് റെസ്പെക്ട് ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഏക മൂവ്മെന്റ്. ഏക എന്നുള്ള അർത്ഥം എന്താണ്? യൂണിയൻ. ഏക ആരുടെയോ യൂണിയൻ അല്ലേ? ഏക മൂവ്മെന്റ് ആൻഡ് ബർദോളി സത്യാഗ്രഹ ഈസ് കറക്റ്റ്. ബർദോളിയായിട്ട് ഫേമസ് ഒരാളുടെ പേര് പറയാമോ? വി വെച്ച് തുടങ്ങുന്ന ഒരാളാ. ഡാഷിന് പുല്ലു ആയുധം. അതെ പറഞ്ഞു. അതെ. അങ്ങനെ പറ. ഇനി അവിടെ നിന്ന് കേൾക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞോ. പട്ടേൽ, വല്ലഭായ് പട്ടേലുമായിട്ട്. അപ്പം ആക്ച്വലി നമുക്ക് എന്താണ് ബർദോളി സത്യാഗ്രഹവും ഏക മൂവ്മെന്റും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ചോദിക്കുന്നത്. എല്ലാവരും നോക്കിയാൽ ഇത് നമുക്ക് നോക്കാം. ഏക മൂവ്മെന്റ് വാസ് ത്രൂ ഔട്ട് സപ്പോർട്ടഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബൈ കോൺഗ്രസ് വൈൽ ബർദോളി സത്യാഗ്രഹ വാസ് ഇനിഷ്യലി ഇൻഡിപെൻഡന്റ് ഓഫ് കോൺഗ്രസ്. ഇത് ബേസിക് നോളജ് ആണ്. ആൻഡ് വാസ് ഓൺലി ഇൻ ദ ലാസ്റ്റ്. ഇത് തെറ്റാണ്. കാരണം എന്താ? കോൺഗ്രസ് തന്നെയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? മുൻകൈ എടുത്ത് പറഞ്ഞു വിടുന്നത്. ഓക്കെ. അപ്പൊ ഇതെന്താണ്? ബേസിക് നോളജ് ആണല്ലോ. അതോടെ നമുക്ക് ലോജിക്കൊന്നും അപ്ലൈ ചെയ്യണ്ട. ബേസിക് നോളജ് വെച്ച് എലിമിനേറ്റ് ചെയ്യാം. ദ ഏക മൂവ്മെന്റ് വാസ് പ്രൊവൈഡഡ് ലീഡർഷിപ്പ് ബൈ താലൂക്ക്. ഈ താലൂക്ക്ദാർസ് എന്ന് പറഞ്ഞാൽ എന്താ? സെമീൻദാർസിന്റെ വേറൊരു കാറ്റഗറിയാ. ഏക മൂവ്മെന്റ് പെസൻസ് ആയിരിക്കത്തില്ലേ? യുണൈറ്റഡ് പെസൻസ്. താലൂക്ക്ദാർ ആണോ? താലൂക്ക്ദാർസിന് എഗെയിൻസ്റ്റ് വേണം നിങ്ങൾക്ക് അവിടെ നിന്ന് ചിന്തിക്കാൻ അറിയത്തില്ലെങ്കിൽ പോലും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എലിമിനേറ്റ് ചെയ്യാം. ഇനി ബർദോളി സത്യാഗ്രഹ വാസ് എ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് എൻഹാൻസ്മെന്റ് ഓഫ് ലാൻഡ് റവന്യൂ. ലാൻഡ് റവന്യൂ കൂട്ടിയതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആണ്. അതുപോലെ തന്നെ ഏക മൂവ്മെന്റോ എക്സസീവ് റെന്റ് മേടിക്കും. റെന്റ് ആരാ മേടിക്കുന്നത്? ഇവന്മാര്. എക്സസീവ് റെന്റ് മേടിക്കുന്നവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഫാക്ച്വൽ ആണ്. നമുക്ക് ശരിയാണെന്ന് അറിയാം. നമുക്ക് ഡീം കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഏക മൂവ്മെന്റ് വാസ് ലൊക്കേറ്റഡ് ഇൻ വാരണാസി ആൻഡ് മിർസാപൂർ. ഇത് നിങ്ങൾക്ക് എക്സാം ഹോളിൽ അറിയണമെന്നില്ല. യുപിയിലാണെന്ന് നിങ്ങൾക്ക് അറിയാം ഏക മൂവ്മെന്റ്. പക്ഷെ വാരണാസി യുപിയിലുള്ള സ്ഥലം. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഓർമ്മ വരുന്നില്ല. ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഹിന്റ് ഇട്ടിട്ടുണ്ട്. വൈൽ ബർദോളി സത്യാഗ്രഹ ടുക്ക് പ്ലേസ് ഇൻ സൗരാഷ്ട്ര. ബർദോളി എവിടെ? സൂരത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയാം. പട്ടേൽ പോയി സൂരത്തിലാണ് ചെയ്തത്. അത് ആ അറിവ് മാത്രം മതി. പിന്നെ അല്ലാതെ തന്നെ ഇത് ഉത്തരവായി. സൗരാഷ്ട്ര വെച്ചിട്ടാണ് പലരും പിടിച്ചത്. ഞാൻ സംസാരിച്ചു പല കുട്ടികളുമായിട്ട്. അവരെല്ലാം സൗരാഷ്ട്ര വെച്ച. നമ്മളും സൗരാഷ്ട്ര വെച്ചാണ് പിടിക്കുന്നത്. അവധ് ഏരിയ ആണ് ശരിക്കും. മിർസാപൂർ വാരണാസി റീജിയൻ അല്ല. ഏക മൂവ്മെന്റ് എവിടെയാണ്? അവധ് ഏരിയ ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായി? സി. ഇത് ബേസിക്സ് ആണ്, ഫണ്ടമെന്റൽസ് ആണ്. ഇത് നിങ്ങൾ ശരിയാക്കേണ്ടതാണ്. ഡൺ. അടുത്ത 10ാമത്തെ. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഋഗ്വേദിക് പീരീഡ്. വേദം ഒത്തിരി ചോദിച്ചല്ലേ? ഋഗ്വേദിക്ക് ഒത്തിരി ചോദിച്ചു. നമുക്ക് നോക്കാം. നമുക്ക് വായിക്കാവേ. ഇതും ശരിയായിട്ടാണ് തന്നേക്കുന്നത്. അതിന്റെ സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇറിഗേഷൻ ഫ്രം വെൽസ് അലൗഡ് അഗ്രികൾച്ചർ ടു എക്സ്പാൻഡ് എവേ ഫ്രം ഫ്ലഡ് പ്ലെയിൻസ്. വെല്ലാരെ ഓൾറെഡി ആര് കണ്ടുപിടിച്ച് കഴിഞ്ഞു? ഇൻഡസ് വാലിക്കാർ. അപ്പൊ പിന്നെ അതിന് പുറേന് വന്നവരുടെയിലും വെല്ലിനെ കുറിച്ചുള്ള നോളജ് ഉണ്ട്. ആ വെല്ലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചാല് കീറി എന്ത് ചെയ്യാം? ദൂരോട്ട് ഒഴുക്കാം വെള്ളത്തിനെ. ശരിയാ. ഇൻറ്റു പ്രസന്റ് പഞ്ചാബ്. അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇറിഗേഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അലൗഡ് അഗ്രികൾച്ചർ ടു എക്സ്പാൻഡ് അവേ ഫ്രം ഫ്ലഡ് പ്ലെയിൻ. ഫ്ലഡ് പ്ലെയിനുകളിൽ നിന്ന് ദൂരോട്ട് പോയി ദൂര സ്ഥലങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ഭൂമിയുടെ ആക്കാം. അപ്പൊ എന്ത് കിട്ടും? കൂടുതൽ ധാന്യം, ഫുഡ് കിട്ടും. ഗുഡ്.
കാരണം പഞ്ചാബ് ഹരിയാന പ്ലെയിൻസിലേക്കൊക്കെ ഹാവിങ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ, അവിടെ നിന്ന് നദി ഒഴുതണമെന്ന് നിർബന്ധമുണ്ടോ? ഗംഗയൊക്കെ അങ്ങ് ഒഴുകുക, ഇൻഡസ് ഇപ്പുറത്തുണ്ട് പഞ്ചാബ്, അവിടെ ഉണ്ടെങ്കിലും ഡ്രൈ പാർട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ. അപ്പൊ ഇറിഗേഷൻ. ഡ്രോട്ട് ആനിമൽ ഏതൊക്കെയായിരിക്കും? ഓക്സോ, ക്യാമലോ, ക്യാമൽസിന് കിട്ടോളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടുന്ന ഡ്രോട്ട് ആനിമൽസിനുണ്ട്. ആസ്, കഴുതേനെ വെച്ചിട്ട്, അത് പറയുന്നില്ല. പവർ വാസ് എംപ്ലോയ്ഡ് ടു ഡ്രോ അപ്പ് വാട്ടർ ഔട്ട് ഓഫ് ദ വെൽ. നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം അതും സ്വാഭാവികമായിട്ട് നടക്കാം. ഇത് അവർ ശരിയായിട്ട് തന്നു കേട്ടോ, നിങ്ങൾ ഊഹിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ സപ്പോർട്ട്സ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്? ഈ താഴെ പറയുന്നവർ ഏതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അവരിങ്ങനെയൊക്കെ ചെയ്തു, വേദിക് പീരീഡ് അവരിങ്ങനെയൊക്കെ ചെയ്തു. ഓക്കെ, ദർ ഈസ് എവിഡൻസ് ഓഫ് ഋഗ്വേദ ഓഫ് ദ യൂസ് ഓഫ് അശ്മചക്ര, സ്റ്റോൺ പുള്ളി വീൽസ്. അശ്മചക്രകളെ കുറിച്ചും ആൻഡ് അഹവ, സ്ട്രാപ്ഡ് വുഡൻ. ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും അയണാന്ന് വല്ലതും പറയുന്നുണ്ടോ? ഇല്ല. വുഡൻ വീലുകളെ കുറിച്ചാണ് പറയുന്നത്. വുഡൻ വീൽസ്, അല്ലെങ്കിൽ വുഡൻ വീൽ അല്ല, സ്റ്റോൺ വീൽസ്. അത് സ്വാഭാവികമായിരിക്കും. അയൺ വീൽ എന്നൊന്നും അല്ലല്ലോ പറയുന്നത്, അയൺ അല്ല. അപ്പം നമുക്കത് ശരിയായിട്ട് എടുക്കാം. നിങ്ങൾക്ക് എക്സാം ഹോളിലും ഒരു റിസ്ക് എടുക്കണം, അത് ശരിയായിട്ട് എടുക്കാം. ശരിയാണത്. ഇപ്പം എനിക്ക് ഹൈൻസൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് സെർച്ച് ചെയ്ത് നോക്കി പറയാം. പക്ഷെ നിങ്ങൾ എക്സാം ഹോളിലാകുമ്പോൾ എന്ത് ചെയ്യും? സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, സ്റ്റോൺ ആണ്, ഇങ്ങനെയൊക്കെ കറക്കണം. അവരല്ലേ പറഞ്ഞത് കറക്കാൻ പറ്റുമെന്ന്. കറക്കണേ എന്ത് വേണം? ഇത് ശരിയാണെന്ന് അവർ പറഞ്ഞു. കറക്കണേ പുള്ളി വേണം. പുള്ളി ഇട്ടവർ കറക്കി. അത് ഓക്കെ. മെൻഷൻ ഹാസ് ബീൻ മെയ്ഡ് ഇൻ ദ ഋഗ്വേദ ഓഫ് ദ യൂസ് ഓഫ് പരശു, കുലിശ. പരശുരാമ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? പരശു എന്താവണമെന്നില്ല. അയണ്ട പരശു എന്ന് പറയുന്നുണ്ടോ? ഇല്ല. കല്ല് പരശു ആയിക്കൂടെ? വുഡ് പരശു ആയിരിക്കത്തില്ല. കല്ലോ കോപ്പറോ, അയസ് എന്ന് പറയും കോപ്പറിനെ. നമ്മൾ ഋഗ്വേദയെ പഠിക്കും. ഋഗ്വേദ അയസിനെ കുറിച്ച്. കൃഷ്ണ അയസ് ഉണ്ടോ? കൃഷ്ണ അയസിനെ കുറിച്ച് ഋഗ്വേദ പറയോ? ഇല്ല. കാരണം എന്താ? ലേറ്റർ വേദി. കൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്താ? കറുത്ത അയസ് എന്ന് പറഞ്ഞാൽ എന്താ? അയൺ. അത് ഇതില്ല, പക്ഷെ അയസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുണ്ട്. അപ്പം ഈ ആക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ ഹാർവെസ്റ്റിംഗ് ടൂൾസ് അല്ലേ? ഇറിഗേഷന് ആക്സ് ഇട്ട് നിങ്ങൾക്ക് വെള്ളം കോരാൻ പറ്റുമോ? നിങ്ങൾക്ക് മൺവെട്ടി വേണം അല്ലേ? സിക്കിൾ ഇട്ടിട്ട് എന്താ അടിക്കാടുകൾ വല്ലതും വെട്ടാനേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മറ്റേത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? കണ്ടിട്ടില്ലേ പിള്ളേച്ചൻ മറ്റേ അരിവാളുമായിട്ട് പോകുമ്പോൾ പറയത്തില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? ഇത് വല്ല അടിക്കാട് വെട്ടാനേ എനിക്ക് പറ്റത്തുള്ളൂ. ഇതേ സെയിം ഐഡിയ. അപ്പം ഞാൻ അതുകൊണ്ട് ഇത് ഇറിഗേഷനെ കുറിച്ചും, ഇത് ഇറിഗേഷനോട് ഡയറക്റ്റ് ഹിന്റ് ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ ആംബിഗസ് ആണ്. UPSCക്ക് വേണേൽ പറയാം, അവര് 10-100 പേരിരുന്ന് എന്ത് ചെയ്താൽ മതി? ഒരു സ്പൂൺ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ ഇറിഗേഷൻ ഉണ്ടാക്കുക. അപ്പം ഇതൊരു ഇച്ചിരി കൺഫ്യൂഷനാണ്. ഞാൻ എക്സാം ഹോളിലെങ്കിൽ നമുക്ക് നാളെ ഇൻട്രസ്റ്റിംഗ് ആണ്. UPSC ഇടട്ടെ, അപ്പം നമുക്ക് നോക്കാം. ഞാനാണെങ്കിൽ ഇത് തെറ്റാട്ടം എടുക്കും, ലോജിക്കില്ല. പക്ഷേ UPSC എന്താ ഇടുന്നത് നമുക്ക് അറിയത്തില്ല. 3, ദർ ഇസ് ഹിസ്റ്ററി ഓഫ് യൂസ് ഓഫ് കാള ഈവൻ ബിഫോർ ഋഗ്വേദ. ക്ലാസ്സിൽ പറഞ്ഞു ഫോർ പ്ലോയിങ് ലാൻഡ് ആൻഡ് പുള്ളിങ് കാർട്ട്. ആർക്ക്? ഇൻഡസ് വാലി. ഇൻഡസ് വാലിയിൽ ഇതിന് ഹിസ്റ്ററി ഇല്ലേ? ശരിയല്ലേ? ആ കാള ഇവർക്കും ആ ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാം. 2 എലിമിനേറ്റ് ചെയ്തിട്ട് ഉത്തരം എന്തായി? 1 and 3. ഞാൻ 1 and 3 പറയുന്നു. ആംബിഗ്വസ് ആണ്. UPSCക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു വലിയ ഇന്റർപ്രിട്ടേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സിക്കിൾ സെല്ലിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? തരുന്ന് ചാല് കീറുന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്നെ നിങ്ങൾ വന്ന് താഴെ കമൻ്റ് ഇട്ട് എന്നെ ഒന്നും പറയരുത്. ഓക്കെ, അടുത്ത. പിന്നെ ഉത്തരം എന്താ? ഇപ്പം ഞാൻ പറയുന്നു C. ഓക്കെ, പതിനൊന്നല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ. 11 ഒരു ആംബിഗ്വസ് ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇൻ ദ പ്ലീസ്റ്റോസീൻ പീരീഡ്. ഇത് ഇത്തിരി ആംബിഗ്വസ് ആണ്, നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റിംഗും ആണ്. ഇപ്പം ഇതിനു മുമ്പുള്ള ചോദ്യം അൺകൺവെൻഷണൽ ആണോ? അല്ല. UPSC ആക്കാൻ വേണ്ടി ആക്കിയെന്ന് വിചാരിച്ചാൽ നമ്മളത് ചെയ്തു. ഇൻ ദ പ്ലീസ്റ്റോസീൻ പീരീഡ് എയ്തർ ദ യമുന once flowed into Indus. Either the Yamuna once flowed into the Indus or Satluj. യമുനയെ കുറിച്ചുള്ള വിശേഷണം ഒരു കോമ ഇട്ടാൽ നല്ലതായതിനെ. അപ്പം ഇൻ ദ പ്ലീസ്റ്റോസീൻ പീരീഡ് ഞാൻ അന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഏത് പീരീഡിലാണ്? ഹോളോസീനിലാണ്. പ്ലീസ്റ്റോസീൻ അതിനു മുമ്പുള്ള മില്യൺ ഇയർ, 11,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രത്തിന് എന്ത് വിളിക്കാം? 11,000 years BCക്ക്. ആ ഒരു പീരീഡിന് മുമ്പ് 10,000 11,000 BCക്ക് മുമ്പുള്ള എന്താണ്? പ്ലീസ്റ്റോസീൻ. പ്ലീസ്റ്റോസീന് മുമ്പുണ്ട് കുറേ സീൻസ്, പക്ഷെ നമ്മൾ പ്ലീസ്റ്റോസീൻ. അപ്പം പണ്ട് അന്തക്കാലം. ഓക്കെ, പ്ലീസ്റ്റോസീൻ പീരീഡ്. ഈ പ്ലീസ്റ്റോസീൻ പീരീഡിൽ മനുഷ്യന് ഹിസ്റ്ററി ഉണ്ടോ?
മനുഷ്യൻ അന്നും ഉണ്ടായിരുന്നു, പല പല മനുഷ്യന്മാരുണ്ട്. നമ്മൾ പക്ഷേ നിയോലിത്തിക്കൊക്കെ മറ്റേത് 6 ലക്ഷം വർഷമൊക്കെ പറഞ്ഞു, അതുകൊണ്ട് തന്നെ അതുണ്ടായിരിക്കും അല്ലേ. ഏതാ പാലിയോലിത്തിക് നമ്മൾ 6 ലക്ഷം വർഷം മുമ്പ് പറഞ്ഞുകൊണ്ട് അതുണ്ടാവും. പക്ഷേ ഒരു നിയോലിത്തിക് ഉണ്ടോ? അല്ലെ പോട്ടെ, മീസോലിത്തിക് ഉണ്ടോ? ഇല്ല. മീസോലിത്തിക് 10,000 താഴെയാ അല്ലേ. അപ്പം മീസോലിത്തിക് കാലം മുമ്പുള്ള കാലത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് വേദിക്കാലം ഉണ്ടോ? ഇല്ല. അശോകന്റെ കാലം ഉണ്ടോ? ഇല്ല. ഇതിനകത്ത് ആദിമ മനുഷ്യന്റെ കാലം മാത്രം. ഏത്? അതും പാലിയോലിത്തിക്. അവിടെ സ്റ്റിക്ക് ടു ദ ബേസിക്സ്. പ്ലീസ്റ്റോസിൻ പീരീഡിൽ യമുന വൺസ് ഫ്ലോ ഇൻഡസിലോട്ട് ഒഴുകിക്കൊണ്ടിരുന്ന യമുന പണ്ടെപ്പോഴോ, അല്ലെങ്കിൽ സത്ലജ് വൺസ് ഫ്ലോഡ് ഇൻ ടു യമുനയിലോട്ട് ഒഴുകിക്കൊണ്ടിരുന്ന സത്ലജോ, ആൻഡ് വൺ മേജർ ട്രൈബ്യൂട്ടറി ഓഫ് എയ്തർ, അല്ലെങ്കിൽ ഇവരുടെ ഏതോ മേജർ ട്രൈബ്യൂട്ടറി ഹാഡ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു ഗംഗയിൽ നിന്ന് ഇൻഡസിലേക്ക്. ഒരു പുകയില്ലേ. അപ്പം നിങ്ങൾക്ക് എന്താ, നദികൾ മാറി ഒഴുകി. ഞാനൊന്ന് പറഞ്ഞില്ല സരസ്വതി നദി മാറി ഒഴുകിയെന്ന്. സരസ്വതി നദി മാറി ഒഴുകിയെന്ന് നമുക്ക് എന്ത് ചെയ്യാം? തെളിവുകളുണ്ട്. തെളിവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് തെളിവുകൾ നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ ഡ്രൈഡ് ആണ്, അല്ലെ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഫ്ലോ ഉണ്ട്. പിന്നെ അന്നത്തെ ബുക്കുകൾ നോക്കിയാൽ കിട്ടും. അന്നത്തെ വേദിക്കാലത്തെ ബുക്കും ഇൻഡസുകാരുടെ ബുക്കില്ല, അവരുടെ ആർക്കിയോളജിക്കൽ എവിഡൻസും നമുക്ക് കിട്ടും. അന്തകാലം ഓക്കെ. പക്ഷേ ഈ പ്ലീസ്റ്റോസിന് നമുക്ക് അറിയില്ല. നമുക്ക് വായിച്ചു നോക്കാം. അപ്പം നദികൾ മാറി ഒഴുകിയതിനെ കുറിച്ചുള്ള ചർച്ച വന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ബേസിസ് ഓഫ് എബോ അസേർഷൻ? ഈ പറഞ്ഞതിന് ഏതൊക്കെയാണ് മനുഷ്യന്മാർ ലോജിക്കലി യൂസ് ചെയ്ത സ്റ്റഡി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റഡി സോഴ്സുകൾ ഏതൊക്കെയാണ്? നദീ സൂക്ത ഈ നദീ സൂക്ത നമ്മൾ ക്ലാസ്സിൽ ഓടിച്ച് പറയും. നദീ സൂക്ത എന്ന് പറഞ്ഞാൽ 10 നദികളെക്കുറിച്ച് അവരിങ്ങനെ പറയുവാണ്. ഇൻഡസിനെ കുറിച്ചും പരിഷ്ണി റവിനെ കുറിച്ചും ഒക്കെ അവരെന്ത് ചെയ്യുന്നു, പല പല നദികളെക്കുറിച്ചും സരസ്വതിനെ കുറിച്ചൊക്കെ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നതേ ഉള്ളൂ. നദി അടിപൊളി നദിയാണ്, സരസ്വതി സൂപ്പർ നദിയാണ്, അങ്ങനെ ഒഴുകുന്നു ഇങ്ങനെ ഒഴുകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അതിൻ്റെ റീസൺ ആവുമോ? കാരണം ഇത് ഏത് പീരീഡാ? ഹോളോസീനിലാണ്, നമ്മുടെ ഇപ്പോഴത്തെ പീരീഡിലാണ്. 1000 BC അല്ലേ. 1500 മുതൽ 1000 BC അല്ലേ. 1500 മുതൽ 1000 മുതൽ ഋഗ്വേദ, പഴയ വേദമാണ് 1500. അപ്പം അതിൽ സയന്റിഫിക് സ്റ്റഡിയൊക്കെ നടത്താൻ സാധനമുണ്ടോ? ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ നോക്കി ഇത് പറയാൻ പറ്റുമോ? നമുക്ക് ലൊക്കേഷൻ വെച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ആംബിഗസ് ആണ്. അതാണ് ആൾക്കാർ അന്ധകാലത്ത് അത് ഇവിടെ എഴുതുമോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി 2, ദ എക്സ്പ്ലോറേഷൻ ഓഫ് സത്ലജ് ആൻഡ് യമുന ബൈ റോബർട്ട് ബ്രൂസ് ഫൂട്ട്. ഈ ശരിക്കും ഈ മനുഷ്യനില്ലേ റോബർട്ട് ബ്രൂസ് ഫൂട്ട്, ഇന്ത്യൻ ആർക്കിയോളജീൻ്റെ ഫാദർ എന്ന് വിളിക്കാം. നിങ്ങൾ ഈ ഏത് ഏജ്, ലിത്തിക് ഏജുകളില്ലേ, ആ ലിത്തിക് ഏജുകളെ കുറിച്ച് ആർക്കാണ് ധാരണ കിട്ടിയത്? ഇതിൻ്റെ സ്റ്റഡി നടത്തിയത് ആരാണ്? ഇദ്ദേഹമാണ്. അത് ലിത്തിക് ഏജുകളാണ്. ഞാൻ അന്ന് പറഞ്ഞു ലിത്തിക് ഏജുകൾ നമ്മൾ റിവേഴ്സിൻ്റെ നേരെ അവിടെ നിന്നാണോ? അല്ല, നിങ്ങൾ പറഞ്ഞു ഹില്ലോക്കുകളിൽ നിന്നും. അപ്പോൾ അദ്ദേഹം ഒരു റിവറിനെ കുറിച്ചുള്ള എക്സ്പ്ലോറേഷൻ നടത്താൻ ചാൻസ് ഭയങ്കര കുറവാണ്. അതെന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇദ്ദേഹം ആർക്കിയോളജിയുടെ ആളാണ്, ഇങ്ങനത്തെ സ്റ്റഡി നടത്തുന്ന ആളുമല്ല. അപ്പം നിങ്ങൾക്ക് 2 എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. 2 എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് ആകെ പറ്റുന്ന സാധനം ചെയ്യാം. 2 എലിമിനേറ്റ് ചെയ്തു. 50-50 ഇവിടാണ് നമുക്ക് ദൈവത്തിൻ്റെ റോളിലൂടെ വരുന്നത്. നമുക്ക് നോക്കാം. 3, ദ പ്രസൻസ് ഓഫ് സെയിം സ്പീഷീസ് ഓഫ് ഡോൾഫിൻ ഇൻ ബോത്ത് ഇൻഡസ് ആൻഡ് ഗംഗ. ശരിക്കും ഇൻഡസിലും ഗംഗയിലെയും സ്പീഷീസുകൾ ഡിഫറൻറ്റാണ്. സബ് സ്പീഷീസുകൾ എന്നാൽ 2020-21 വരെയൊക്കെ എല്ലാവരും പറയുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്ന സ്പീഷീസ് ഡിഫറൻ്റ് ആണെന്നും പറയുന്നുണ്ട്. ക്വസ്റ്റ്യനർ ജോഗ്രഫി ആണോ എൻവയോൺമെൻ്റ് ആണോ ബയോഡൈവേഴ്സിറ്റി ആണോ സെറ്റ് ചെയ്യുന്നത്, അതോ ഹിസ്റ്ററി ആണോ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കൺഫ്യൂഷൻ. ഇത് ഹിസ്റ്ററി എന്നുള്ള ചോദ്യമാണോ അതോ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചുള്ള അവയർനെസ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളതിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ജനറലി പറയാം, പണ്ട് 2 ഡോൾഫിൻ, അപ്പോൾ ഒരുമിച്ച് നദി എവിടെയെങ്കിലും കൂട്ടി ഒഴിയെങ്കിൽ എന്ത് ചെയ്യണം? ഡോൾഫിനുകൾ സെയിം വരണ്ടേ? പിടി കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇതൊരു എവിഡൻസ് ആക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഡോൾഫിനുകളോ എന്തുമില്ല, ബന്ധപ്പെട്ടും കിടക്കുമല്ലോ. അപ്പം ഒരേ സമയം ഇത് ഫാക്ച്വലി റോങ്ങുമാണ്. പണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള എവിഡൻസ് കിട്ടിക്കൂടെ? ദ പ്രസൻസ് ഓഫ് സ്പെയിൻസ്. പക്ഷേ ഇന്നത്തെ കാര്യമാണോന്നൊന്നും പറയുന്നില്ല. അപ്പം ഇത് രണ്ടും, ഇത് ഹോളോസീനിലെ ഒരു ബുക്ക്, ഇത് സയൻറ്റിഫിക് സ്റ്റഡി ഒന്നും അല്ല അവർ ചെയ്തത്. ഇത് വായിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ആംബിഗസ് ആണ്. ഇതും നമുക്ക് അവരുദ്ദേശിച്ചത് ഇങ്ങനെ ശരിക്കും 2 ഫ്രഷ് വാട്ടറാണ് അല്ലേ. ഏത് ഗാൻജറ്റിക് ഡോൾഫിൻ, അതിനെന്തോ ഡോളോ എന്തോ വിളിക്കുവാനെ, പേരങ്ങ് മറന്നുപോയി. അയാൾ സൂസു എന്നല്ലേ വിളിക്കുന്നത്, സൂസു എന്ന് ശബ്ദം വയ്ക്കും. ഡോൾഫിൻ എങ്ങനെ ചാടി നീന്തിയല്ലേ ശ്വാസം പിടിക്കുന്നത്? അത് മാമലല്ലേ. ഗാൻജറ്റിക് ഡോൾഫിൻ ആണെങ്കിലും ഇൻഡസ് വാലി ഡോൾഫിൻ, ഇൻഡസ് ഡോൾഫിൻ ആണെങ്കിലും രണ്ടും രണ്ടാണ്. പക്ഷേ 2 ഫ്രഷ് വാട്ടറാണ്, 2 ഒരേ കൈൻഡ് ഓഫ് ഷേപ്പുകളാണ്. എക്കോ ലൊക്കേഷൻ വെച്ചാൽ പോകുന്ന, ബ്ലൈൻഡ് ആണ്, അതൊക്കെ ശരിയാ. അങ്ങനെ അർത്ഥത്തിനാണോ? ആ അർത്ഥമാണെങ്കിൽ ഇതെന്ത് ചെയ്യും? നമുക്ക് ഇത് കാരണം അത് നമുക്ക് കണ്ടുപിടിക്കാം സയൻറ്റിഫിക് ആയിട്ട്. ഇനി അതല്ല, നദീ സൂക്തത്തിൽ
നദികൾ അവിടെ ഇവിടെ ഒഴുകിയതെന്ന് പറഞ്ഞിട്ട് സയന്റിഫിക്കായിട്ട് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്ത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാലും രണ്ടും കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ 1 and 3 കത്തിച്ചോ. പക്ഷേ 1 ഉം 3 ആയതുകൊണ്ട് തന്നെ ഭയങ്കര ആംബിഗസ് ആണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? 50-50 എത്തിയതുകൊണ്ട് നിങ്ങൾ എന്ത് പരീക്ഷിച്ച് നോക്കണം? ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം. ധൈര്യമായിട്ട് ഭാഗ്യം പരീക്ഷിച്ചു. ചില ആൾക്കാർ ദശമൂലം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ പറയത്തില്ലേ, ഈ ദശമൂലം ദാമുവിന് പേര് കിട്ടാൻ റീസൺ എന്താണെന്ന് ദശമൂലം തന്നെ പറയുന്നില്ലേ, ഒരു കൂട്ടർ ഇന്ന കാരണം കൊണ്ടാണെന്നും വേറൊരു കൂട്ടർ ഇന്ന കാരണം കൊണ്ടാണെന്നും. നിങ്ങൾക്കത് റെഫറൻസ് മനസ്സിലായോ ഞാൻ ഉദ്ദേശിച്ചത്? അതുപോലെ 2 കാരണം ഉണ്ടാവും. നമുക്കത് അപ്പം നോക്കാം. UPSCക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, പിടികിട്ടിയല്ലോ? ഓക്കെ, 12th ക്വസ്റ്റ്യൻ നമുക്കിത് ലോജിക്കലി നോക്കാം. 12th ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ആൻ empty seat represent in early? അപ്പം ഞാൻ ഇതിന് ഉത്തരം എടുക്കുന്നില്ല. AO DO UPSCയുടെ വരട്ടെ, അതുവരെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഞാനും ഡിസ്കസ് ചെയ്യാം. എനിക്ക് അത്ര ഒത്തൻറ്റിക്കായിട്ട് തരാൻ ഇപ്പോൾ പറ്റില്ല. ആ സമയത്ത് നമുക്ക് നോക്കാം. നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇതിൻ്റെ കറക്റ്റ് ഇത്. ഓക്കെ, 12th ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ആൻ empty seat represent in early Buddhist iconography? ബുദ്ധനെ ഐക്കൺസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. ഒരു കുതിരേനെ കാണിച്ചാ, ബുദ്ധൻ വീട്ടിൽ നിന്ന് ഒരു കുതിരയുടെ പുറത്തല്ലേ, കുതിര ഓട്ടക്കാരൻ്റെ കൂടാണ് പോകുന്നത്. കുതിരയെ കാണിച്ചാൽ എന്താ പറയേണ്ടത്? നമുക്ക് ഓരോന്ന് നോക്കാം. ഇവിടെ കാണിച്ചേക്കുന്നത് എന്താ? empty സീറ്റ്, ഒഴിഞ്ഞ കസേര. ഒഴിഞ്ഞ കസേര. ഓക്കെ, വായിച്ചു നോക്കിയേ. മെഡിറ്റേഷൻ, ഫസ്റ്റ് സെർമൺ, മഹാപരിനിർവാണ, അതായത് പരിനിർവണം, അതായത് നിർവാണ. മഹാപരിനിർവാണം എന്ന് പറഞ്ഞാൽ മരണം എന്നർത്ഥം. ബുദ്ധന് നിർവാണ പണ്ടേ കിട്ടി. 29ാമത്തെ വയസ്സ് ഇറങ്ങിയ ബുദ്ധൻ 6ാമത്തെ വർഷം 35ാമത്തെ വയസ്സ് എന്ത് കിട്ടി? നിർവാണ കിട്ടി. മഹാപരിനിർവാണം. അതിനുശേഷം ബുദ്ധൻ ദേഹവിയോഗം ചെയ്തില്ല. ഓക്കെ, ദേഹവിയോഗം ചെയ്യാതെ എന്ത് ചെയ്തു? ബുദ്ധൻ ഈ ഭൂമിയിൽ തന്നെ ജീവിച്ച ഒരു 70-80 വയസ്സ് വരെ ജീവിച്ചിട്ട് അപ്പോഴാണ് ലാസ്റ്റ് മരിക്കുന്നത്. അതിനാണ് ആ ബുദ്ധൻ്റെ മരണത്തിനാണ്, കാരണം മനുഷ്യനായിട്ടല്ലേ ജനിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ആ ജന്മം തീർത്തിട്ട് വേണം മരിക്കാൻ. മഹാപരിനിർവാണ, ബുദ്ധൻ മരിച്ച കാലത്തിനാണ് മഹാപരിനിർവാണ എന്ന് പറയുന്നത്. ആ ഭാഷയിൽ പാലിയിലാണ് നിബ്ബാണ എന്ന് പറയുന്നത്. നിർവാണയാണത്. പിന്നെ നിഷ്ക്രമണം എന്ന് പറഞ്ഞാൽ യാത്ര. അപ്പം empty സീറ്റ് യാത്രേനെ കാണിക്കുമോ? ഇല്ല. യാത്രേനെ കുതിര വല്ലതും കാണിക്കണം. അപ്പം നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. ഇനി ശരിക്കും empty സീറ്റ് നിങ്ങൾ ആലോചിച്ചേ. മെഡിറ്റേഷൻ ആലോചിച്ചേ. മെഡിറ്റേഷനിൽ ലാസ്റ്റ് നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ നിന്നല്ലേ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഡിസൊല്യൂഷൻ ആവും. നിങ്ങളുടെ സോൾ എന്താവും? ലയിക്കും. പിന്നെ നിങ്ങൾ അവിടെ ഉണ്ടോ? നിങ്ങൾ വിളിക്കുവാണ് ദേ ഐസ്ക്രീം, നിങ്ങൾ വരുമോ? ഇല്ല. നിങ്ങൾ എന്താവും? ലയിക്കും. അപ്പം ഇതാണ് ശരിക്കും ഈ ഫസ്റ്റ് സെർമോൺ. നിങ്ങൾ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തരാം ഓരോന്ന്. ശരിക്കും വീലാണ് കാണിക്കുന്നത്. ഫസ്റ്റ് സെർമോൺ ഭാവചക്ര വെച്ചിട്ടൊക്കെ കാണിക്കാം. മഹാപരിനിർവാണ മരണം എന്താ? സ്തൂബയിൽ ബുദ്ധൻ്റെ റെലിക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ബുദ്ധൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് ഈ ആഷസ് ഇല്ലേ ബുദ്ധനെ ദഹിപ്പിച്ചതിൻ്റെ, അതെന്ത് ചെയ്യും? എല്ലുകൾ, ആഷസ് എന്ന് പറഞ്ഞാൽ എല്ലുകൾ. അത് അപ്പോൾ സ്തൂബയാണിത്. അപ്പോൾ ഇത് എലിമിനേറ്റ് ചെയ്യാം. കുതിര എലിമിനേറ്റ് ചെയ്തു. ഫസ്റ്റ് സെർമൺ ഇത് അറിയാവുന്നത്, ഇത് ബേസിക് ആണ് കേട്ടോ. ലോജിക്ക് ഇത് 3 പിടികിട്ടാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? empty സീറ്റ് എന്തിലേക്ക് നിങ്ങൾ ചിന്തിച്ച് എന്തിലേക്ക് എത്താം? മെഡിറ്റേഷൻ ഓഫ് ബുദ്ധ. പിടികിട്ടിയല്ലോ? ഓക്കെ, ഗുഡ്. 13th ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റ് ഹിറ്റാണ്. NCERT-യിൽ എന്ന് എടുത്ത് എഴുതിയിട്ടേക്കുക. ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് എല്ലാ നദിയുടെയും പേര്. ഇത് ഡയറക്റ്റ് ഹിറ്റാണ്. ഇതിൻ്റെ ഉത്തരം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് മാത്രമേ പരുഷിണി രവി. ബാക്കി ഇത് ഫാക്ച്വൽ ആണ്. ലോജിക്ക് ഒന്നും വിടാൻ പറ്റത്തില്ല. കാണാതെ പഠിച്ചു വെക്കണം. ഇത് വളരെ കുറച്ച് ഫാക്ട്സേ ഉള്ളൂ. നമുക്കത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 3 എന്താണ്? ഇവിടെ 3 മാത്രമേ കറക്റ്റ് ഉള്ളൂ. ഏത് മാത്രമേ കറക്റ്റ് ഉള്ളൂ? 3. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? 3 only. ഓക്കെ, നെക്സ്റ്റ് 14th one. Which of the following statements on Amaravati Stupa and its relief sculptures are correct? Guys, Amaravati Stupa അതെവിടാണ്? ശതവാഹനയായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കും. നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കും ശതവാഹനയായിട്ട്. നമുക്ക് നോക്കാം. ശതവാഹന ഏത് ലൊക്കേഷനാണെന്ന് ഞാൻ പറയും. ഇവരെ ആന്ധ്രാസ് എന്ന് വിളിക്കാറില്ലേ ശതവാഹനേനെ? വേറെ പേരെന്താ? അമരാവതി, നാഗാർജുന കൊണ്ട എന്നൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കും. ഇത് ബേസിക്സാ. ഇത് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അമരാവതി ഏത് സ്ഥലം? ആന്ധ്രാസ്, അല്ലെങ്കിൽ അവന്മാരെ ശതവാഹനാസ് എന്ന് വിളിക്കും. NCERT-യിൽ അവനെ ആന്ധ്രാസ് എന്നും വിളിക്കാറുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ലൊക്കേറ്റഡ് ഇൻ ലോവർ കൃഷ്ണ. കൃഷ്ണയൊക്കെ എവിടെ ഒഴുകുന്നത്? ലോവർ കൃഷ്ണ. കൃഷ്ണ വന്ന് വീഴുന്ന സ്ഥലം എവിടെ? ആന്ധ്ര അല്ലേ?
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷ്ണയുടെ ഒറിജിൻ തപ്പിപ്പോണോ വെസ്റ്റേൺ കട്ട്സിൽ? വേണ്ട, കൃഷ്ണ വന്ന് വീഴുന്ന സ്ഥലമാണ്. ശരിയാ, അതൊന്ന് കണ്ണും പൂട്ടി എന്ത് ചെയ്യുക, ടിക്കിട്ടു. ഇൻ ഇന്ത്യയിൽ ഇറ്റ് വാസ് നെക്സ്റ്റ് ഓൺലി ടു സാഞ്ചി സ്തൂപ ഇൻ സൈസ്. അതായത് സാഞ്ചി സ്തൂപ ഇതിനൊക്കെ മുമ്പേ ഉണ്ടാക്കിയതാണ്. അവിടെ ഒരു ഉണ്ട്. അപ്പം അതിനേക്കാളും സൈസ് കുറവാന്നല്ലേ എഴുതിയേക്കുന്നത് അല്ലേ? അതിനേക്കാൾ സൈസ് കുറവാണ്. അപ്പം ശരിക്കും നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കും, ഞാനത് പറഞ്ഞു തരും. ഭയങ്കര വലിയ സൈസാണ് എന്ത്, അമരാവതി സ്തൂപ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം, സാഞ്ചി സ്തൂപ അവിടെ ആണെങ്കിൽ ഇവർ പവർഫുൾ കിങ്ഡം അല്ലേ, പിന്നെ ഇവർക്ക് എന്താണ്, അവരിൽ നിന്നൊരു ഇൻഫ്ലുവൻസ് വേണം, കുറച്ചുകൂടെ അതിൽ നിന്ന് കാര്യം പഠിച്ചു, അവിടെ ഒരു സാധനം ഉണ്ടാക്കി. അപ്പം നമ്മളിനി ഉണ്ടാക്കുന്നത് അതിനേക്കാളും ഗ്രാൻഡ് ആവണം എന്നുള്ള തോട്ടിലായിരിക്കും. അതൊന്നും ഞാൻ ഹിസ്റ്ററി ആയിട്ട് ബേസിക് പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് അറിയത്തില്ല, അവിടെ നിൽക്കട്ടെ. 3 അമരാവതി സ്കൂൾ ഓഫ് സ്കൾപ്ചർ എന്നൊരു സ്കൂളുണ്ട്, അത് ഞങ്ങൾ പഠിപ്പിക്കും. ഗാന്ധാര, അമരാവതി, മധുര, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരും ക്ലാസ്സിൽ. 3 സ്കൂൾസ് ഉണ്ട്. അവിടുത്തെ സ്കൂളാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ശരിക്കും മെയ്ഡ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓൺ ദ ലേറ്റർ സൗത്ത് ഇന്ത്യൻ സ്കൾപ്ചർ. ശരിയാണ്, കാരണം ഇത് ഏർലി അല്ലേ, പോസ്റ്റ് മൗര്യൻ പീരീഡ് അല്ലേ, അപ്പോൾ അതിന് ലേറ്റർ പീരീഡ് ഉണ്ടല്ലോ ഒരുപാട്. ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ട്സ് വെയർ ക്യാരി ടു ശ്രീലങ്ക. താഴെയുള്ള സാധനം എങ്ങോട്ട് വരെ പോകും, സിലോൺ വരെ പോകും, അതിന് ഒരു പാടുമില്ല. ഓക്കെ, ആൻഡ് അപ്പോൾ ഇതും ശരിയാണ്. ഇവിടെ 1 and 3 നിങ്ങൾക്ക് ശരിയാണ്, ഡയറക്റ്റ് അറിയാം. 3 നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷെ നമുക്കത് എക്സാം ഹോളിൽ ആ കൺഫ്യൂഷൻ വരും. 1, 3 കൺഫ്യൂഷൻ വരരുത്. ബേസിക്സ്, സ്റ്റിക്ക് ടു ദ ബേസിക്സ്. 1 and 3 എത്തി. അപ്പോൾ എയ്തർ ബി അല്ലെങ്കിൽ ഡി ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവർ ഇച്ചിരി ബൃഹത്താണെന്നുള്ള അർത്ഥത്തിൽ, ശതവാഹനാസ് ഇച്ചിരി ബൃഹത്താണെന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാരണം അതിന് ശേഷം വന്നതാണെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ തെറ്റാ. സോറി, അപ്പോൾ ഇത് തെറ്റാ. ഇറ്റ് വാസ് നെക്സ്റ്റ് ഓൺലി ടു സാഞ്ചീൻ സൈസ്. അല്ല, ഇതൊരു ഒരൊക്കെ വലുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വൃത്തിയായിട്ടാണ് നമ്മൾ തെറ്റി എന്ത് ചെയ്യുന്നു, 1 and 3. പെർഫെക്റ്റ്. നെക്സ്റ്റ് വൺ. Which of the following pairs of kings and his dynasty in early historical തമിഴകം? നമുക്ക് നോക്കാം. സംഘകാലം തെറ്റായി മാർക്ക് ചെയ്യപ്പെട്ടവൻ, ചെങ്കുട്ടവൻ, ചുമന്ന ആള്, അല്ലെങ്കിൽ നല്ല ദ ഗുഡ് ചേര. ചെങ്കുട്ടവൻ ചേരയാ അല്ലേ? അപ്പം നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് തെറ്റായിട്ടുള്ളതാ കണ്ടുപിടിക്കണ്ടേ. ഉദയൻ ചേരൽ, ഇതെന്തോ എഴുതി, വായിച്ചൊന്ന് ഏറ്റുമോളം നോക്കിയേ. ചെങ്കുട്ടവൻ ചേരയാന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ചേരൻ, ചെങ്കുട്ടവൻ, ചുമന്ന ചേരൻ. ഈ ഉദയൻ, ആ പേര് വായിച്ചു, രണ്ടാമത്തെ ഉദയൻ ചേരൽ. ചേരലല്ലേ, ചോളരാണോ? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് തെറ്റാണെന്ന് എടുക്കാം. ഇവിടെ നോട്ടാ, ഇത് ശരിയാ. അപ്പം ആ ലോജിക്ക് നോട്ടല്ലല്ലോ, നമുക്ക് നോട്ടുള്ളതാ ഇവിടെ ശരി. മനസ്സിലായോ? പിടി കിട്ടിയോ? ഞാൻ വെട്ടിടുന്നത് നിങ്ങൾക്ക് പിടി കിട്ടണം. അപ്പം അതെടുത്തു. നെടുഞ്ചേലിയൻ ശരിക്കും നമ്മളെ ചിലപ്പതികാരത്തിൽ പറയുന്ന പോലത്തെ ആളാ, പാണ്ഡ്യ. നെടുഞ്ചേലിയൻ. ഇവിടെ ചേരാന്നൊന്നുമില്ല, ചേലിയൻ, നെടുഞ്ചേല എന്നുള്ള അർത്ഥത്തിൽ നെടുഞ്ചേലിയൻ. ഉദയൻ ചേരൽ വെച്ചിട്ട് നമുക്ക് അത് തെറ്റാണെന്ന് തന്നെ എടുക്കാം. 2 തെറ്റായിട്ട് നമുക്ക് എടുക്കുന്നവർക്ക് 50-50 വരാം. എന്നിട്ട് ഉത്തരം ഏത് വരും? കാരണം 1 ശരിയാണെന്ന് നിങ്ങൾക്ക്. അപ്പോൾ 1 നിങ്ങൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. 1 അറിയാവുന്നവർ 1 എലിമിനേറ്റ് ചെയ്യും. 2 3 വരും. 2 തെറ്റാണെന്ന് ഡയറക്റ്റ് അറിയാവുന്നവർക്ക് ഈസി ക്വസ്റ്റ്യനാണ്. 1 തെറ്റാണെന്ന് അറിയാവുന്നവർക്ക്, ശരിയാണെന്ന് അറിയാവുന്നവർക്ക് എന്ത് ചെയ്യാം, എ എലിമിനേറ്റ് ചെയ്യാം, സി എലിമിനേറ്റ് ചെയ്യാം. എളുപ്പമായി. 1 അറിയാവുന്നവൻ രണ്ടാമത്തെ ചേരൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ 2 കിടക്കുന്നത് തെറ്റേതാ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? നെടുഞ്ചേരലിനെ അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടക്കൻ. ഇത് നമ്മൾ പഠിക്കും, കുറച്ച് വേറെ പേരുകളേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യാം, അത് ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മളത് പറഞ്ഞു തരും. ഇതിൻ്റെ ആൻസർ ബി. ഓക്കെ. 16. 16th one. Which of the following factors contribute to the formation of forward bloc by Subhash Chandra Bose in 1939? ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്താൽ മതി. 39 പീരീഡ് ഏത് പീരീഡാണ്? വേൾഡ് വാറിൻ്റെ പീരീഡ്. ഈ ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാരെ ഇഷ്ടമല്ലെങ്കിലും, ഇന്ത്യയിൽ 2 തരം ആൾക്കാരുണ്ട്. ബ്രിട്ടീഷുകാരെ, ഒറ്റത്തരം ആൾക്കാരേ ഉള്ളൂ ബ്രിട്ടീഷുകാരെ ഇഷ്ടമല്ലാത്തവർ. പക്ഷെ അതിൽ തന്നെ ചെറിയ വ്യത്യാസമുണ്ട്. ഗാന്ധിജി ലഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആൾക്കാരും ബോസ് ലഡ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരും, പിന്നെ ന്യൂട്രലായിട്ടൊരു ആൾക്കാരുണ്ട്, നെഹ്റുവിൻ്റെ ടൈപ്പ് ആൾക്കാരും. അവരും ഗാന്ധിജി അലയണ്ട. അപ്പം 2 തരം ആൾക്കാർ. അപ്പം ഈ യുദ്ധം വരുമ്പം ബ്രിട്ടീഷുകാർ നമ്മുടെ ശത്രുക്കളാണെങ്കിലും വേൾഡ് വാറുകൾ പോലത്തെ യുദ്ധം വരുമ്പം ബ്രിട്ടീഷുകാർ ഏത് സൈഡിലാണ് നിൽക്കുന്നത്? നല്ല സൈഡിൽ. കാരണം എന്താ, എതിരെ ആരാ നിൽക്കുന്നത്?
ആരാ നിൽക്കുന്നത്? പിടി കിട്ടിയോ? ഹിറ്റ്ലർ. നിങ്ങൾക്ക് പിടി കിട്ടിയില്ലല്ലേ? ഞാനതിന് നിങ്ങൾക്ക് ഹിന്റ് തന്നതാ. ഹിറ്റ്ലർ. സോ അതുകൊണ്ട് തന്നെ ഹിറ്റ്ലറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബ്രിട്ടീഷുകാർ പൊരുതുമ്പം ആ സമയത്ത് ബ്രിട്ടീഷുകാരെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു ആദ്യകാലങ്ങളിൽ ഗാന്ധിജി പറഞ്ഞത്. ഈ പേരിൽ ആര് വഴക്കിട്ടു? സുഭാഷ് ചന്ദ്രബോസ്. ത്രിപുരി സെഷനിൽ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി നിർത്തിയ കാൻഡിഡേറ്റിനെ തോപ്പിച്ച് എന്ത് ചെയ്തു? ജയിച്ചു. അപ്പം സുഭാഷ് ചന്ദ്രബോസിന്റെ ഓറ പോയിന്റ്സ് എത്ര നിങ്ങൾ ആലോചിക്കണം? +1000. പക്ഷേ അവിടാണ് ഒരു പണി കിട്ടി. നമ്മൾ ആ ഓറ പോയിന്റ്സ് നിലനിർത്തണേ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കണം. ഗാന്ധിജി ഒരു സൂപ്പർ മനുഷ്യനാണ്. നമ്മൾ ഗാന്ധിജി എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തു? ഗാന്ധിജിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞു. ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ആരാ? ഓറ പോയിന്റ്സിന്റെ അവിടെ നിൽക്കുന്ന ആളാണ്. അപ്പം പുള്ളീൻ്റെ ഓറ പോയിന്റ്സിനെ എന്ത് ചെയ്തു? സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തു? കൊളീഷൻ വന്നു. കൊളീഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? യുദ്ധം വേണോ വേണ്ടായോ? നമുക്ക് യുദ്ധം വേണം. ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി ലീഡ് ചെയ്യുന്ന ഒരു 39 തന്നെ എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പം, കാരണം എന്താ, അവരവിടെ അടിച്ചുകൊണ്ടിരിക്കുമ്പം ഇന്ത്യയെ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ ഗാന്ധിജി ലീഡ് ചെയ്യുന്ന ഒരു മാസ് മൂവ്മെന്റ് ചെയ്തോ എന്ന് ഗാന്ധിജി, കാരണം പ്രസിഡന്റ് അല്ലേ, കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആ സമയത്ത്, ഹരിപുര സെഷൻ പ്രസിഡന്റ് പറയുന്നതാണ് കോൺഗ്രസ് കേൾക്കേണ്ടത്. അപ്പം ഗാന്ധിജി എന്ത് പറഞ്ഞു? പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരടിയായി. അപ്പം ലാസ്റ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി, കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത എന്താ? കോൺഗ്രസിന് വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്, പ്രസിഡന്റ് ആണ് അത് ചൂസ് ചെയ്യുന്നത്. പക്ഷെ അവർ രാജിവെച്ചു. അപ്പോഴത്തേക്കും പുള്ളിക്ക് എന്ത് ചെയ്തു? കോൺഗ്രസിൽ തന്നെ ആരും സപ്പോർട്ടില്ലാത്ത അവസ്ഥയായി. നമുക്ക് നോക്കാം. നിങ്ങൾ ഇത്രയും ലോജിക്ക് വെച്ചിട്ടെ ഗൈസ് ഓക്കെ, ഞാൻ പറഞ്ഞ ഇത്രയും ഒരു പ്രിമൈസ്, ഇത് ബേസിക്സാണ്. ഈ ബേസിക്സ് വെച്ച് പരീക്ഷ എഴുതാത്ത ആരൊക്കെയോ ഈ ക്ലാസ്സിലുണ്ടെന്ന് എനിക്കറിയാം. പരീക്ഷ എഴുതിയവർ കുറച്ച് പേര് നന്നായിട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. പരീക്ഷ എഴുതാത്ത ആരൊക്കെയോ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇത് പറ്റുമോ? നമുക്ക് നോക്കാം. നമുക്ക് വായിക്കാം. ബോസ് ഫെയിൽ ടു വിൻ ദ കോൺഫിഡൻസ് ഓഫ് മഹാത്മാഗാന്ധി. ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഓറ പോയിന്റ്സ് പോയത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തിറങ്ങി ഉണ്ടാക്കിയ പാർട്ടിയാണ് എന്ത്? ഫോർവേഡ് ബ്ലോക്ക്. കാരണം കോൺഗ്രസിൽ ആ പ്രസിഡന്റ് പുറത്തിറങ്ങേണ്ടി വന്നു. അപ്പോൾ അത് ശരി, കോൺഗ്രസ് ലെഫ്റ്റ്, കോൺഗ്രസ് ഇടത്, സുഭാഷ് ചന്ദ്രബോസും ഉണ്ടായിരുന്നതിനകത്ത്. നെഹ്റു കോൺഗ്രസിന്റെ ഇടതാണ്, വി ഡി സതീശൻ കോൺഗ്രസിന്റെ ഇടതാണ്. കോൺഗ്രസിന് കുറച്ച് ഇടതുകളുണ്ട്. ചുമ്മാ പറഞ്ഞാൽ അതെനിക്ക് അറിയത്തില്ല, വെറുതെ ഒരു രസം നിങ്ങൾക്ക് ഒരു കണക്ഷന് വേണ്ടി പറഞ്ഞാൽ. കോൺഗ്രസിന് അന്നത്തെ കാലത്ത് ഇടതുണ്ട്, കുറച്ച് ഇടത് ചിന്തകളുള്ളത്. അവർ ഡിസ്യുണൈറ്റഡ് ആൻഡ് ഫെയിൽഡ്. കാരണം ബോസിന് ഇറങ്ങേണ്ടി വന്നു. അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്ന ബോസിന് ഇറങ്ങേണ്ടി വരുമായിരുന്നോ? ഗാന്ധിജീനെ അല്ലേ, ഗാന്ധിജിയുടെ കൂടെ ഒരു അടപടലെ എല്ലാവരും ഗാന്ധിജിയുടെ കൂടെ നിന്നാൽ പിന്നെ പ്രസിഡന്റിന് വല്ല കാര്യമുണ്ടോ? ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിന് പുറത്തുള്ളവരാണോ? ആണല്ലോ. കോൺഗ്രസിന് അല്ല, കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളവരാണോ? അല്ല. അവർക്ക് കൊടുക്കാലും കൊടുത്തില്ലേലും വല്ല കാര്യമുണ്ടോ? അവർ ചിലവർ കൊടുത്തു, ചിലവർ കൊടുത്തില്ല. അത് നമുക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റത്തില്ല. അവിടെ നിൽക്കട്ടെ. ദ സപ്പോർട്ടേഴ്സ് ഓഫ് എം.എൻ. റോയ് ആൻഡ് സോഷ്യലിസ്റ്റ് ലീഡേഴ്സ് ലൈക്ക് ജയപ്രകാശ് നാരായൺ. സോഷ്യലിസ്റ്റുകൾ എപ്പോഴും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസിനോട് ചേർന്ന്, കോൺഗ്രസിനകത്തുള്ള പാർട്ടി അല്ലെങ്കിലും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന. ബോസിന്റെ കൂടെ പോയാൽ കോൺഗ്രസ് എന്താവും? അടിച്ച് പിരിഞ്ഞ് അവിടെ പോവും. കാരണം ഗാന്ധിയുടെ കൂടെ കുറച്ച് വരുവും, ബോസിന്റെ കൂടെ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവർ ആരെ സപ്പോർട്ട് ചെയ്തില്ല? ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒറ്റ വലിയ പാർട്ടി ഉണ്ടായ എന്താ പ്രശ്നം? ഹിറ്റ്ലറിന്റെ കൂടെ നിൽക്കും. നമ്മൾക്ക് ഹിറ്റ്ലറിന്റെ കൂടെ നിൽക്കാനല്ലേ നമ്മൾ നോക്കിയത്, ജർമ്മനി കൂടെ നിൽക്കാൻ. അത് സമ്മതിക്കാൻ പാടില്ല. അപ്പം ഇവരെന്താണ്? റഷ്യൻ അല്ലേ, കുറച്ച് റഷ്യൻ പക്ഷെ ഇവരും അത് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് അങ്ങനെയൊന്നുമില്ല. ഇപ്പം അങ്ങനെ ചിന്തിക്കണം, ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇവരും എന്ത് ചെയ്യുന്നില്ല? ഗാന്ധിജി മതി എന്നുള്ള ഐഡിയയിൽ കോൺഗ്രസിനെ സ്പ്ലിറ്റ് ചെയ്ത് ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ള വലിയ പാർട്ടി ഉണ്ടാക്കിയാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടല്ലേ അവരുടെ കൂടെ പോകാനും പാടില്ല. രണ്ടാമത്തെ കാര്യം, സുഭാഷ് ചന്ദ്രബോസ് ഒരു പവർ സെന്റർ ആയ കോൺഗ്രസ് സ്പ്ലിറ്റ് ആയി പോകും. ഇവരും അതുകൊണ്ട് തന്നെ പ്രിഫേർഡ് കോൺഗ്രസ് യൂണിറ്റി. അതുകൊണ്ട് തന്നെ ബോസ് ടു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതിനെ പ്രിഫർ ചെയ്തു, ഇതിന് ലെസ് പ്രിഫറൻസ്. രണ്ടാമത്തെ കാര്യത്തിന് അല്ലേ, ഐ പ്രിഫർ കോഫി ടു ടീ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യത്തിന് അല്ല, ഐ പ്രിഫർ ടീ ടു കോഫി, ഞാൻ ടീ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് യൂണിറ്റി മതി, ബോസ് വേണ്ട. അപ്പം നമ്മൾ അതും ശരി. അപ്പം ഇവിടെ ഓൾ ഓഫ് ദ അബോവ് ഉണ്ടോ? ഭാഗ്യവശാൽ ഓൾ ഓഫ് ദ അബോവ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1ഉം 2ഉം 4ഉം ഉത്തരം അറിയാമെങ്കിൽ പിന്നെ എന്ത് ചെയ്യും നിങ്ങൾ? ചില കമ്മ്യൂണിസ്റ്റുകാരെ ബോസിനെ സപ്പോർട്ടും ചെയ്തു, ചില കമ്മ്യൂണിസ്റ്റുകാരെ ബോസിനെ സപ്പോർട്ടും ചെയ്തില്ല. ഇവരുടെ സപ്പോർട്ട് ഇവിടെ ആവശ്യമുണ്ടോ? കോൺഗ്രസിനകത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന കോൺഗ്രസിനകത്തുള്ള ആൾക്കാരും പിന്നെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന പോഷക സംഘടനകളുമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം എന്താണ്? 1, 2 and 4 പിടികിട്ടിയല്ലോ. ഇതും ബേസിക്സ് ആണേ. ഇനി ഇത് NCERTയിൽ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ആണേ.
സമ്മറി സെറ്റിൽമെൻറ്റ്. ഞാൻ ഇതിൻ്റെ ഒരു ഇതും ബേസിക്സാണ്. ഇതിൻ്റെ ഒരു ബേസിക്സ് ഞാൻ പറഞ്ഞുതരാം. അവധിനെ അനക്സ് ചെയ്തായിരുന്നു ബ്രിട്ടീഷുകാർ. നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. ആ അവധിനെ അനക്സ് ചെയ്ത ഒരു റീസൺ ആയിരുന്നു 1857 റിവോൾട്ട് ഉണ്ടാവാൻ ഒരു റീസൺ ആയിരുന്നു. അവധ് കേന്ദ്രീകരിച്ചൊക്കെ ആ റിവോൾട്ട് വന്നു. ശരിയാ. ആ റിവോൾട്ട് ശരിക്കും ഈ അവധിനെ അനക്സ് ചെയ്തതിൻ്റെ റീസണിൽ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അവധിലൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു, സെമീന്ദാറിനെ പോലെ താലൂക്ക്ദാർ. ഇവരായിരുന്നു എന്ത് ചെയ്യുന്നത്, ലാൻഡ് എല്ലാം ഓൺ ചെയ്തിട്ട് ആ ലാൻഡിൽ നിന്ന് റവന്യൂ കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അവരെ എങ്ങ് സെറ്റ് ചെയ്യണം, അവരെ എന്ത് ചെയ്യണം, അവരുടെ ലാൻഡ് ബ്രിട്ടീഷുകാർ എടുത്തിട്ട് ആരുടെയിലേക്ക് കൊടുക്കണം, അവിടുത്തെ പെസൻസിന് കൊടുക്കാം. എന്നിട്ട് ഡയറക്റ്റ്, അതായത് താലൂക്ക്ദാർസ് എന്ത് ചെയ്യും, കരം പിരിക്കും, എന്നിട്ട് ബ്രിട്ടീഷുകാർ കൊടുക്കും. അതിന് വേണ്ട, താലൂക്ക്ദാർസിൻ്റെ കയ്യിൽ നിന്ന് ലാൻഡ് എടുത്ത് ആർക്ക് കൊടുക്കണം, പെസൻസിന് കൊടുക്കണം. ഇതായിരുന്നു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ബേസിക്സ് അറിയാവുന്ന ആ കൺസെപ്റ്റ് വായിക്കാം. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ബേസിക്സും വേണ്ട, ലോജിക്ക് മതി. അവിടാണ് വേറൊരു ക്യാച്ച്. ഫണ്ടമെന്റൽസ് ഇല്ലാതെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫണ്ടമെന്റൽസോട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓറാ പോയിന്റ് എക്സാം ഹോളിൽ ഇരുന്ന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടും. നിങ്ങളുടെ ഓറാ പോയിന്റ് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ബേസിക്സ് വെച്ച് നിലനിർത്തണം. പക്ഷേ അവിടെ നമ്മൾ മാത്രമേ അറിയത്തുള്ളൂ, നമുക്ക് ഉത്തരം കിട്ടുക എന്നുള്ളതുള്ളൂ. ഓറാ പോയിന്റ് നിങ്ങൾ അവിടെ നോക്കരുത്. എന്ത് വില കൊടുത്തും ബേസിക്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ, വെട്ടിക്കുക. ഓക്കെ, ദ താലൂക്ക്ദാർസ് വൃത്തിയേട്ടന്മാരല്ലേ, ആർക്ക്, ബ്രിട്ടീഷുകാർക്ക്. ഞാൻ ബ്രിട്ടീഷുകാരുടെ പെർസ്പെക്റ്റീവ്, വെയർ ഡിസ്പോസ്ഡ് ഓഫ് ദെയർ എസ്റ്റേറ്റ്സ്. അവരുടെ എസ്റ്റേറ്റ് ശരിയാ, നമ്മൾ NCERT കണ്ടിട്ടുണ്ട്. ബട്ട് അലൗഡ് ടു റിട്ടൈൻ ദെയർ ആംസ്. തോക്കും ഫോർട്ടും അലോ ചെയ്യുമോ ബ്രിട്ടീഷുകാർ? ആദ്യം എടുക്കുന്ന എസ്റ്റേറ്റ് ആണോ തോക്കും ഫോർട്ടും ആണോ? ഗെയിം ഓഫ് ത്രോൺസിൽ എന്തോ നിങ്ങൾ ചെയ്യുന്നത്, അവൻ്റെ ഡ്രാഗണിനെ അല്ലെ അവൻ്റെ തോക്കുകളാണ് എടുക്കുന്നത് അല്ലേ? അതൊരു ബ്രിട്ടീഷുകാർ ഇത് ചെയ്യുമോ? ലോകത്ത് ഗാന്ധിജി ചെയ്താലും ബ്രിട്ടീഷുകാർ ഇത് ചെയ്യുമോ? ബ്രിട്ടീഷുകാർ അവർ ഭയങ്കര സ്ട്രാറ്റജിസ്റ്റാണ്. ഈ ലോജിക്ക് മാത്രം മതി. ഒന്നൊന്ന് എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾ ഉത്തരത്തിലെത്തിയേ. ഒന്ന് എലിമിനേറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഒന്ന് എലിമിനേറ്റ് ചെയ്തു, പിടികിട്ടി. ഒന്ന് എലിമിനേറ്റ് ചെയ്തേ. കുറച്ചുകൂടെ ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യാം. ഒന്ന് എലിമിനേറ്റ് ചെയ്തു. ഇനി 2 ഉം 3. അപ്പം 2 ശരിയാണെന്ന് പിടികിട്ടി. ഒന്ന് എലിമിനേറ്റ് ചെയ്തല്ലേ, 2 എന്നാൽ 2 വായിക്കണം. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാലും ചില സമയങ്ങളിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ എലിമിനേറ്റ് ചെയ്താൽ ചിലപ്പോൾ 2 ഇതിനേക്കാൾ വലിയ ശരിയൊക്കെ ആവാൻ UPSC ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ബയാസ്ഡ് അല്ലേ നമ്മളെല്ലാവരും നോളജിൽ. പക്ഷെ ഇത് തെറ്റാ. 2 എ സമ്മറി റവന്യൂ സെറ്റിൽമെന്റ് വാസ് മെയ്ഡ് ഇൻ 1856. കാരണം ഇതാണ് റീസൺ. ഇവന്മാരുടെ ലാൻഡ്, കാരണം താലൂക്ക്ദാർസിനോട് അവിടുത്തെ പാവങ്ങൾക്കും സ്നേഹം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ, താലൂക്ക്ദാർസിനെ നിന്ന് ലാൻഡ് മേടിച്ച് പാവങ്ങൾക്ക് കൊടുത്തു. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഹൈ ടാക്സ് പിരിക്കാൻ തുടങ്ങി. അപ്പം പട പേടിച്ച് പന്തളത്തിൽ എന്ന പാവങ്ങൾ എന്ത് ചെയ്തു, പന്തം കൊടുത്തി പടവളായി. ബ്രിട്ടീഷുകാർ ഡയറക്റ്റ് പിരിച്ചപ്പം കൂടുതൽ പിരിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പം എ സമ്മറി സെറ്റ് വാസ് മെയ്ഡ് ഇൻ 18, അസ്യൂമിങ് ദാറ്റ് ദ താലൂക്ക്ദാർസ് വെയർ ഔട്ട്സൈഡേഴ്സ്. അതാണ്, അവർ ഇന്റർലോപ്പേഴ്സ് ആണെന്നോ അല്ലെ അവർ വെളിയിൽ നിന്നുള്ളവരാണെന്നുള്ള അസംഷനിലാണത്. അത് ശരിയാ, അത് ഓൾറെഡി നമുക്ക് ശരിയാന്ന് പിടികിട്ടി. 2 ശരിയാ, നമ്മുടെ ലോജിക്കും. ഇത് വായിക്കേണ്ട പോലും ഇല്ല. 3 നോക്കാം. ദ ബ്രിട്ടീഷ് ബിലീവ്ഡ് ഇൻ ടേക്കിംഗ് റവന്യൂ ഡയറക്ട്ലി ഫ്രം പെസൻസ് ബൈ റിമൂവിങ് താലൂക്ക്ദാർസ്. ബ്രിട്ടീഷ് ബിലീവ്ഡ് ഇൻ ടേക്കിംഗ് റവന്യൂ ഡയറക്ട്ലി ഫ്രം പെസൻസ് ബൈ റിമൂവിങ്. ഒന്ന് ആലോചിച്ചേ, ഞാൻ പറഞ്ഞ ലോജിക്കുമായിട്ട് അലൈൻഡ് അല്ലേ ഇത്? ബ്രിട്ടീഷ് എന്ത് ബിലീവ് ചെയ്തു, ടേക്കിംഗ് റവന്യൂ പെസൻസിനെ എന്ന്. കാരണം അവർക്ക് ലാൻഡ് കൊടുത്തിട്ട് അവരുടെ നിന്ന് ഡയറക്റ്റ് മേടിക്കാം. താലൂക്ക്ദാർസ് എന്ത് ചെയ്യുന്നത്, ഇടനിലക്കാരുടെ ആവശ്യമുണ്ടോ? കാരണം അവർക്കൊരു കട്ട് പോവും. ആ കട്ടിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ആ കട്ട് ആർക്ക് കിട്ടുമെന്നാണ് വിചാരിച്ചത്? അവർക്ക് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യും പെസൻസിനെ ഡയറക്റ്റ് മേടിച്ചാൽ കുറച്ച് മേടിച്ചാൽ. പക്ഷെ അങ്ങനെയല്ല റിയാലിറ്റി നടന്നത്. പക്ഷെ ഇത് ശരി. അപ്പം ആൻസർ എന്താണ്? എ 2 and 3. സ്പീഡ് 3 നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതല്ലേ, 18th ക്വസ്റ്റ്യൻ. കൺസിഡർ ഫോളോയിങ് അസേർഷൻ. ദ ജെനസിസ് ഓഫ് പൊളിറ്റിക്കൽ. വായിക്കാം, ശ്രദ്ധിച്ചു വായിക്കാം. ഇത് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ബേസിക്സാണ്. ഇതും മൊണ്ടേഗു ചലഞ്ച് ഫോർ റിഫോംസ്. നിങ്ങൾ ക്ലാസ്സിൽ അങ്ങ് കാണാതെ നമ്മൾ ക്ലാസ്സിൽ അങ്ങ് പഠിപ്പിക്കുന്ന സാധനം, അത് മാത്രം മതി ശരിയാക്കാൻ. നമുക്ക് നോക്കാം. ഇതിലൊരു ആംബിഗ്വിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് അതിലേക്ക് വരാം. ദ ജെനസിസ് ഓഫ് പൊളിറ്റിക്കൽ അലയൻസ് ബേസ്ഡ് ഓൺ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി വെച്ചിട്ടുള്ള പൊളിറ്റിക്കൽ അലയൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കമ്മ്യൂണിറ്റി നോക്കി, ഇപ്പം ഹിന്ദു മഹാസഭ, മുസ്ലിം ലീഗ്, കുറച്ച് കമ്മ്യൂണിറ്റി നോക്കിയിട്ടല്ലേ പൊളിറ്റിക്കൽ അലയൻസ് വരുന്നത്? ആണല്ലോ. അങ്ങനത്തെ പാർട്ടീസ്, അതിൻ്റെ ഉത്ഭവം, ദ ജെനസിസ് ഓഫ് സച്ച് അലയൻസ് ബേസ്ഡ് ഓൺ കമ്മ്യൂണിറ്റി ലേ ഇൻ ദ വെരി നേച്ചർ ഓഫ് ഈ റിഫോംസ്. ഈ റിഫോംസിലോ അതിൻ്റെ വെരി നേച്ചർ, അതിൻ്റെ എസെൻസ് നിങ്ങൾ പഠിക്കും. സെപ്പറേറ്റ് ഇലക്ടോറേറ്റ്സ്, മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആൾക്കാരെ വോട്ട് ചെയ്ത് ആൾക്കാരെ എന്ത് ചെയ്യാം, MLA MP ആക്കി വിടാം. അന്നത്തെ MLA MP അതൊക്കെ എന്താണെന്ന് അപ്പം നോക്കാം. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് തുടങ്ങിയത് 1909 അതിനെ എക്സ്പാൻഡ് ചെയ്ത് എവിടാണ്,
ഈ റിഫോമിലാണ്. ഇതാണ് ബേസിക്സ് ആയത്. നിങ്ങൾ പഠിക്കുന്നതാണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. അപ്പം സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഉണ്ട്, കമ്മ്യൂണൽ ഇലക്ടറേറ്റ്സ് ഉണ്ട്. ഇത് ഭയങ്കര വലിയ കാലമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് സപ്പോർട്ട്സ് ദ എബോവ് അസേർഷൻ? ആ പറഞ്ഞ അസേർഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെയാണ്? റിഫോംസ് റിട്ടൈൻഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് ദ പ്രിൻസിപ്പിൾ ഓഫ്, ഞാൻ പറഞ്ഞല്ലോ 1909 സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഉണ്ടായിരുന്നു. അത് റിട്ടൈനും ചെയ്തു. എന്നിട്ട് അത് റിട്ടൈൻ ചെയ്ത് മാത്രം പോരാ, അതിനെ അങ്ങ് വലുതാക്കി കുറേ ആൾക്കാർ കൂടെ കൊടുത്തു, കുറേ കമ്മ്യൂണിറ്റീസിനെ കൊടുത്തു. അപ്പോൾ സിഖുകാരും ഒക്കെ എന്ത് ചെയ്തു? ഇങ്ങനത്തെ ഒരു ഐഡിയയിലേക്ക് വന്നു. അപ്പോൾ നമുക്കത് ശരിയാ. ഇനി സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് വെർ സപ്പോസ് ടു കൗണ്ടർ ഇന്ത്യൻ നാഷണലിസം. ഇത് ബ്രിട്ടീഷുകാരുടെ പെർസ്പെക്റ്റീവ് തിങ്ക് ചെയ്തേ. ഇന്ത്യനെ വിഘടിച്ച ഇത് ഡിവൈഡ് ആൻഡ് റൂളിന്, നിങ്ങൾ മെയിൻസിൻ്റെ ഉത്തരവായിട്ട് ഞാൻ പഠിപ്പിച്ചത്, ഇത് ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണലിസം എന്ത് ചെയ്യും? മുസ്ലിംസിന് ഇൻട്രസ്റ്റ് ആവും, ഹിന്ദുവിന് ഇൻട്രസ്റ്റ് ആവും, ഇന്ത്യൻ്റെ ഇൻട്രസ്റ്റ് അല്ല. അതാണ് ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യവും. അവരെ എന്ത് ചെയ്തു? പറ്റിച്ചു. നിങ്ങൾക്ക് എംപവർമെൻറ്റ് തരുന്നതെന്നല്ല, അങ്ങനെ കൊടുത്തതെങ്കിലും ശരിക്കും എന്താ ചെയ്തത്? സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ആണ്. അതെന്തിനാണ്? ഇന്ത്യൻ നാഷണലിസത്തിനെ എന്ത് ചെയ്യാം? ആ സമയം ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയം ഗാന്ധിജി വന്ന് എന്ത് ചെയ്തു? ദ ബെസ്റ്റ് പീരീഡ് ആണ്. അപ്പോൾ ഇതെന്താണ്? ശരിയാണ്. ഇനി ഡിപ്രൈവ്ഡ് ക്ലാസ്സസ്, ഡിപ്രസ്ഡ് ക്ലാസ്സസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പം ഈ എന്താ പറഞ്ഞ അംബേദ്കർ ലീഡ് ചെയ്യുന്ന ആ സമയത്ത് ഡിപ്രസ്ഡ് നമ്മൾ വിളിക്കും. പക്ഷെ അത് ഡിപ്രൈവ്ഡ് എന്ന് നമുക്ക് വിളിക്കാം. ഡിപ്രൈവ്ഡ് ക്ലാസ് അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഡിപ്രൈവ്ഡ് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ക്ലാസ്സിനും എന്ത് വേണമെന്ന് പറഞ്ഞു? സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണം എന്ന് പറഞ്ഞു, ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ. പക്ഷെ അത് ആര് സമ്മതിച്ചില്ല? ഗാന്ധി സമ്മതിച്ചില്ല. ഇതിൻ്റെ ഒരു ജെനസിസ് ഏത് തന്നെയാണ്? ഈ ഒരു പീരീഡ് തന്നെയാണ്. അംബേദ്കർ ലെഡാണത്. അംബേദ്കർ പറഞ്ഞു റിസർവേഷൻ മസ്റ്റ് ആണ്. പക്ഷേ സെപ്പറേറ്റ് ഗാന്ധി റിസർവേഷൻ കൊടുത്തു. പക്ഷെ ആര് സമ്മതിച്ചില്ല? ഗാന്ധിജി സമ്മതിച്ചില്ല. കാരണം എന്താ? ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അകത്ത് രണ്ടാവരുതെന്നുള്ള ആ ഒരു വിശ്വാസം. റിസർവേഷൻ അനിവാര്യമാണെന്ന് ഗാന്ധി അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ സെപ്പറേറ്റ്, കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി വേറെതായിപ്പോയി. അപ്പം ഡിപ്രസ് കമ്മ്യൂണിറ്റി വേറെ ആവും. പക്ഷേ ഇവിടെ ഡിപ്രസ്ഡ് എന്നല്ല, ഡിപ്രൈവ്ഡ് എന്ന. അതിനകത്ത് ആരും വരാം, കുറേ മൈനോറിറ്റീസും വരാം, വിമൻ വരാം. അപ്പോൾ ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ദേ റാലീഡ് അറൗണ്ട് ദ ഫേവേഴ്സ് ഇൻഹറൻറ്റ് ഇൻ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സിലെ കുറേ ഫേവറുകളുണ്ട്. എന്താണ്? MLA ആവാം, പവർ കിട്ടും. അതിന് ചുറ്റും അവർ റാലി ചെയ്തു. അതായത് അവരെന്ത് ചെയ്തു? ലോബി ചെയ്ത് ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് കൂടെ തരണം എന്ന് പറഞ്ഞു. അംബേദ്കർ അത് ചെയ്തായിരുന്നു. സൈമൺ കമ്മീഷനിലൊക്കെ റിപ്പോർട്ട് കൊടുത്തായിരുന്നു. ഈ ഇതിനെ പഠിക്കാൻ വേണ്ടി സൈമൺ കമ്മീഷൻ അവസാനം വരുന്നുണ്ട്. ആ സമയത്ത് അതൊക്കെ നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിക്കും. ഇത് ചെയ്തപ്പോൾ എന്ത് കിട്ടി? അങ്ങനെ ചെയ്തതും ശരിയാണ് ലോജിക്കലി. പക്ഷെ ഇവിടെ ആംബിഗസ് ആണെങ്കിൽ ഞാനിത് ശരിയായിട്ട് എടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ UPSC വെയിറ്റ് ചെയ്യുന്നില്ല. D ആണ് ഇതിൻ്റെ ഉത്തരം. എന്താണ്? D ആണ്. നമ്മളിപ്പോൾ എവിടെ എത്തി? ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു? 18 അല്ലേ? ഓക്കെ. അടുത്ത 19 ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഞാൻ ചില ചോദ്യങ്ങൾ ലീവ് ചെയ്യാൻ പറഞ്ഞില്ലേ, ഒരു ചോദ്യം എന്തോ അതുപോലെ 19 എന്ത് ചെയ്യണം? ഇദ്ദേഹത്തെ ശരിക്കും വിത്ത് ഓൾ റെസ്പെക്ട്, എനിക്ക് അറിയില്ല അദ്ദേഹത്തെ, കാരണം ഞാൻ അത്രയും മ്യൂസിക് ഫോളോ ചെയ്യത്തില്ല. ഈ മ്യൂസിക് ഞാൻ ഫോളോ ചെയ്യാറില്ല. ഞാൻ ഫോളോ ചെയ്യുന്ന വേറെ മ്യൂസിക്കുമാണ്. നമ്മൾ ബേസിക്സ് അല്ല ഇത്. ഫണ്ടമെന്റൽസ് ഞാൻ താട്ട് പഠിക്കാൻ പറഞ്ഞു നിങ്ങളോട്, അല്ലേ? അത് നിങ്ങൾ പഠിക്കണം. ഏറ്റവും ഫേമസ് ഒന്നോ രണ്ടോ താൻസൻ നിങ്ങൾ പഠിക്കുക, അദ്ദേഹം കോൺട്രിബ്യൂഷൻ. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഖുസ്രോ അല്ലേ, ചാപ്പത്തിലൊക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഖുസ്രോ പഠിക്കും. പക്ഷെ നമ്മൾ പേരെടുത്ത് കുറച്ച് പേരെ പഠിക്കും. പക്ഷേ ഇദ്ദേഹത്തെ പഠിക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതെന്ത് ചെയ്യണം? ലീവ് ചെയ്യണം. കർണാടകയിൽ നിന്ന് വന്ന ആളാന്ന് വിചാരിച്ച് നിങ്ങൾ കർണാടകയുടെ അടുത്തുള്ള ലൊക്കേഷൻ അങ്ങനെയൊന്നും പിടിക്കല്ലേ. പാട്ടുകാർ ഇവിടെ ജനിച്ചാൽ അവരുടെ പ്രഭാവമണ്ഡലം വേറെതായിരിക്കും. അതൊന്നും നമുക്ക് ലോജിക്കല്ല. അതുകൊണ്ട് ഇതിന് ഉത്തരം ഞാനങ്ങ് പറയാം. ലോജിക്കില്ല. ഇത് ലീവ് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ് D. ഇത് ലീവ് ചെയ്തേക്കണേ. ഇവിടെ നിങ്ങളുടെ ഓറാ പോയിന്റ് പോകത്തില്ല, നിങ്ങൾ ടെൻഷൻ ആവേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ 20. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് അൺകൺവെൻഷണൽ എന്ന് ഞാൻ വിളിക്കും. നോക്കിയേ, ഇതിന് ഞാൻ ഉത്തരം, ഇത് D ആണ് അതിൻ്റെ ഉത്തരം. മറ്റേ അതിന് മുമ്പുള്ളത് ഞാൻ മാർക്ക് ചെയ്തേക്കണം. ഓ, ഓക്കെ. താങ്ക് യു. അപ്പം ഇത് D ആണേ. അടുത്ത ഇതാണ് ഞാൻ ഇൻട്രസ്റ്റിംഗ് കുത്ത്. ക്ഷേത്ര എന്ന് പറഞ്ഞാൽ എന്താ? ഫീൽഡ്. അത് ഒരാണ് തന്നു. മിസ്ട്രസ് ഓഫ് ദ ഫീൽഡ്, ഭാര്യ. ആ മിസ്ട്രസ് ഓഫ് ദ ഫീൽഡ് ആ അഗ്രികൾച്ചർ ലാൻഡ് ആയിരിക്കും. ഇൻ വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ടെക്സ്റ്റ് ഡസ് ടേം ക്ഷേത്ര പത്നി ഒറിജിനേറ്റ്? എപ്പോഴും ഞാൻ ഈ ഒറിജിനേറ്റ് എന്നൊക്കെ UPSC ചോദിച്ചാൽ ഏറ്റവും പഴയ സാധനത്തിലേക്ക് എൻ്റെ ബയാസും. സാധാരണ എക്സാമ്പിൾ നമ്മളങ്ങനെ ഒരു സാധനം ഒറിജിനേറ്റ് ചെയ്യണ ഏറ്റവും പഴയ സാധനത്തിലായിരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത്. സ്തൂപ എന്നുള്ള കൺസെപ്റ്റ് ബുദ്ധിസ്റ്റ് ഒറിജിനാന്നല്ല, അതിനു മുമ്പുണ്ടായിരുന്നു.
അതിലെ ബുദ്ധിസ്റ്റുകാർ എന്ത് ചെയ്യുന്നത് അങ്ങനെ യു പി എസ് സി ഇട്ടിട്ടുണ്ട്. അത് യു പി എസ് സിയുടെ ശരിയായിരുന്നു. അങ്ങനെ തന്നെ യു പി എസ് ചിന്തിച്ച് അതിന് മുമ്പ് ഉണ്ടായിരുന്നു. വേദിക്കാലത്തെ ആ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ യു പി എസ് സി ഇട്ട ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞതിൻ്റെ വർഷം കണ്ട്. അതുപോലെ തന്നെ ഒറിജിനേറ്റ് വരുമ്പോൾ എപ്പോഴും ആദ്യം ഉണ്ടായതാരാ? ഒന്നാമൻ ഇവൻ, രണ്ടാമൻ ഇവൻ, മൂന്നാമൻ ഇവൻ. അഷ്ടാധ്യായി എന്നുള്ള ബുക്ക് ഒരു ഗ്രാമർ ബുക്കാണ്. പാണിനി എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ പാണിനിയുടെ ബുക്കിനെ, സോറി മൈ ബാഡ്, അതിനെ എന്ത് ചെയ്തു? അഷ്ടാധ്യായി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമർ ബുക്കാണ്. ഓക്കെ, അപ്പം അതും ഓക്കെയാണ്. ഇതിന് ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. നാലാമത് എന്താണ്? കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം. അപ്പം ഒരു കാര്യം ഒറിജിനേറ്റ് ചെയ്യാൻ ചാൻസ് എവിടെ ആയിരിക്കും? ആദ്യത്തെ സെറ്റുകാരിലായിരിക്കും. കാരണം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഫീൽഡ് പണ്ടുണ്ട്. മിസ്ട്രസ്, പത്നി, അതും പണ്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ലോജിക്ക് എന്താ? 1 അല്ലേ 2 നമ്മൾ എടുക്കുന്നത്. ഋഗ്വേദമല്ലേ എല്ലാ വേദങ്ങളുടെയും ഒറിജിൻ? വേദങ്ങൾ 4 വിധം മോഹൻലാൽ സുരേഷ് ഗോപി ഒരു സിനിമയും പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ ഞാനായിരുന്നെങ്കിൽ ഋഗ്വേദം എടുത്തേനെ. ഋഗ്വേദത്തിൽ ക്ഷേത്രപതിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്ഷേത്രപതി ഉണ്ടെങ്കിൽ ക്ഷേത്രപത്നി അവിടുന്ന് നമുക്ക് ഒറിജിനേറ്റ് ആവുമെന്ന് പറയാം. പക്ഷേ ഇത് യു പി എസ് സിയുടെ കീ വരാതെ എടുക്കാൻ പറ്റത്തില്ല. എങ്കിലും നിങ്ങൾക്ക് ഇത് ഗ്രാമർ ബുക്കാണെന്നും ഇത് സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ചാണെന്നും ഇത് ചിലപ്പോൾ ഇത് കാണുമായിരിക്കും. പക്ഷേ ഇത് പഴയതല്ലേ, അല്ല പുതിയതല്ലേ, ഒരുപാട് റിലേറ്റീവ്ലി ഒത്തിരി പുതിയതായിട്ട് ഇതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എ ഓർ ബിയിൽ നിങ്ങൾ എത്തുക, ഇതിൻ്റെ ഉത്തരം യു പി എസ് സി വരട്ടെ. ബി ആയിരിക്കും എന്ന് ഞാൻ പറയുന്നുള്ളൂ. യു പി എസ് സിയുടെ വരാതെ എനിക്കിത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ്. അത് ആംബിഗസ് ആണ്. അടുത്ത ഇനി നമ്മുടെ കറണ്ട് അഫയേഴ്സ് എത്തി. ഇൻട്രസ്റ്റിംഗ്. വിത്ത് റെഫറൻസ് ടു കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ഇന്ത്യാസ് റെസ്പോൺസ് ടു ക്ലൈമറ്റ് ചേഞ്ച്. നിങ്ങൾ ഈ ഒരു തീം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലൈമറ്റ് ചേഞ്ച്, COP-ൽ നമ്മൾ എന്താ പറഞ്ഞത്, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സിൽ പഠിക്കും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വായിക്കാം. നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് എക്സാം എഴുതാത്തൊരുന്ന് വായിച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒരു റിസ്ക് എടുക്കണം, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യാസ് ലോങ് ടേം ലോ എമിഷൻ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി. ഇത് ഷർമൽ ഷേഖ് പറഞ്ഞ ഈ LTLEDS എന്ന് പറഞ്ഞാൽ COP 2022 COP-ൽ 27 തോന്നുന്നു, COP 27 ആണെന്ന് തോന്നുന്നു. അതിൽ ഷർമൽ ഷേഖിൽ പറഞ്ഞാണെന്ത് ഈ സാധനം ഇന്ത്യയുടെ ഇത് ലോങ് ടേം. ആ വാക്ക് എന്താ പറയുന്നത്? ലോങ് ടേം ലോ എമിഷൻ. കാലങ്ങൾ 2070 അത് പറയുന്നത്. ചൈന 2060, യൂറോപ്യൻ യൂണിയൻ 2050 പറയുമ്പോൾ നമ്മളെപ്പോഴാ 70? കാരണം നമുക്ക് ഡെവലപ്മെന്റ് എന്താണ്? നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. പക്ഷേ എൻവയോൺമെന്റ് നമ്മുടെ പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് പയ്യെ എന്ത് ചെയ്യാം? ലോങ് ടേമിൽ പയ്യെ കോളിനെ എന്ത് ചെയ്യാം? പയ്യെ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഇന്ത്യയുടെ COP 27. കഴിഞ്ഞ ഒരു 10 വർഷത്തെ COP-കൾ നമ്മൾ കാണാതെ പഠിച്ചിട്ട് എക്സാം ഹോളിൽ പോകാവുള്ളൂ. ഇത് ശരിയാ, ബേസിക്സാ, അത് ശരിയാ. ശരി. ഇന്ത്യയുടെ 4ാമത്തെ ബൈനൽ അപ്ഡേറ്റ് റിപ്പോർട്ട്. ഇത് PIB. നിങ്ങൾ ആ 2024, അതാണ് ഞാൻ പറഞ്ഞത്. എക്കണോമി എൻവയോൺമെൻ്റ് പഠിക്കുമ്പോൾ 24 കറണ്ട് അഫയേഴ്സും നിങ്ങളാരും പഠിക്കാറില്ല. എൻവയോൺമെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ COP-കൾ പഠിക്കുമ്പോൾ ഈ ഒരു വാക്ക് നിങ്ങളൊരു ബൈനൽ റിപ്പോർട്ട് അപ്ഡേറ്റ് റിപ്പോർട്ട് എന്ന് വരും. അപ്പം നിങ്ങൾ ഇത് പഠിക്കുന്നതുകൊണ്ട് ഇതൊരു തീമാണ് എക്കണോമിയിൽ, എൻവയോൺമെൻറ്റിലെ. ഇത് തീമായതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ നല്ലതായിരുന്നു. അതിൽ പറയുന്നത് ഇന്ത്യയുടെ ഈ അപ്ഡേറ്റ് റിപ്പോർട്ടിൽ ഡിസംബറിൽ അപ്ഡേറ്റ് ചെയ്തതിൽ പറയുന്നുണ്ട് 8% നമ്മൾ എന്ത് ചെയ്തു? ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്ത് ചെയ്തു? 2020 കുറച്ചു. ശരിയാ, ഇത് ശരിയാ. ഇന്ത്യയുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് എപ്പോഴും പയ്യെ കുറയ്ക്കുക എന്നുള്ള. 80% കുറച്ചൊന്നും അല്ലാണോ പറഞ്ഞല്ല. അപ്പം നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കണം. വലിയൊരു നമ്പർ അല്ലാത്തതുകൊണ്ട് ഈ റിസ്ക് എടുക്കുക. ഇന്ത്യയുടെ ഒരു സ്വഭാവം, ഇന്ത്യ ആസ് എ രാജ്യം ലോകത്തിനോട് എപ്പോഴും എന്താണ്? ഒരു നല്ല സ്വഭാവം കാണിക്കുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലോജിക്കിൽ അവിടെ റിസ്ക് ആണ്, പക്ഷെ ഇതെടുക്കാം. റിസ്ക് ആണെങ്കിൽ ഇതെടുത്താൽ നിങ്ങളുടെ ഉത്തരവായി. ഇത് വായിച്ചേ. ക്ലൈമറ്റ് റെസിലിയന്റ് ഡെവലപ്മെന്റ് നെസസറിലി ഡിപ്പെൻഡ്സ് ഓൺ ക്വിക്ക് ആൻഡ് ഷോർട്ട്. നെസസറിലി മസ്റ്റായിട്ട് ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്. ഇപ്പം ഡെവലപ്മെന്റ്, അടിപൊളി ഡെവലപ്മെന്റ്, നെസസറിലി ക്വിക്കും ഷോർട്ട് ടേം അച്ചീവ്മെന്റ് ഓഫ് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റിലേ പറ്റൂ. അതെന്തൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? അങ്ങനല്ല, ലോങ്ങും സാവധാനം ഉള്ളതാണെങ്കിലേ നമുക്ക് നിലനിൽക്കത്തുള്ളൂ. അതല്ലേ പറയുന്നത്? പയ്യെ തിന്ന പനയും തിന്നാം. അതേ ലോജിക്ക്. ഇതൊക്കെ മലയാളം വരെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് തെറ്റായിട്ട് നമുക്ക് എടുക്കാം ലോജിക്ക്. പക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല. ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് നോക്കട്ടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇതിലെ ഏത് റിലേഷൻഷിപ്പാണ് എബോവ് സ്റ്റേറ്റ്മെന്റ്സിനെ കറക്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് എമംഗ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? എബോവ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 എന്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? ലോങ് ടേം ഡെവലപ്മെന്റിനെ കുറിച്ച്. ഈസ് എംപെരിക്കലി സപ്പോർട്ടഡ് ബൈ സ്റ്റേറ്റ്മെന്റ് 2. കാരണം എന്താ? 80% ഡിക്രീസ് ചെയ്ത് നമ്മൾ ഒറ്റടിക്കാണോ? അല്ല, പയ്യെ കുറച്ച് ഇച്ചിരി. ശരിയാ. അപ്പം
1, 2, 1 എംപെരിക്കലി എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറുകളിൽ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ എംപെരിക്കൽ എന്നുള്ളത് ശരിയാണ്. ക്വാണ്ടിറ്റേറ്റീവ്ലി എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി എംപെരിക്കലിനെ. സ്റ്റേറ്റ്മെന്റ് 3 കോൺട്രഡിക്ട്സ് ദ അപ്രോച്ച് ഇംപ്ലിസിറ്റ് ഇൻ. ശരിയല്ലേ, സ്റ്റേറ്റ്മെന്റ് 3 കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് രണ്ടും ശരിയാ. 1, 2 ഞാൻ ശരിയിട്ടു. സ്റ്റേറ്റ്മെന്റ് 1 and 3 ടുഗദർ എസ്റ്റാബ്ലിഷ് ദ പ്രിമൈസ് ഓഫ് 1 ഉം 3 എന്താണ്, കോൺഫ്ലിക്റ്റിംഗ് അല്ലേ. 3 എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. ഞാൻ 3 ആദ്യം എലിമിനേറ്റ് ചെയ്യട്ടെ അല്ലേ. 1 ഉം 3 ഒരിക്കലും പ്രിമൈസ് അല്ല അല്ലേ. 3 എലിമിനേറ്റ് ചെയ്തു, 50-50 സ്റ്റേറ്റ്മെന്റ് 1, 2 ഇതൊരു റിസ്ക് എടുക്കണം നിങ്ങൾ. ഈ റിസ്ക് എടുത്താൽ അതേ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളിത് 50-50 വന്നു. കാരണം 2ഉം 1 and 2 ഉള്ളി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വായിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ UPSC അവിടെ റിസ്ക് എടുപ്പിച്ചു നിങ്ങളെ കൊണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ റിസ്ക് എടുക്കുക അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ റിസ്ക് എടുത്താൽ 1 and 2 ശരിയല്ലേ. 3 കോൺട്രഡിക്ട്സ് അപ്രോച്ച്. അപ്പം ഇതിന് ആൻസർ എന്താണ്, ബി. അപ്പം നിങ്ങൾക്ക് പിടിയിട്ട് എന്തൊരു എളുപ്പമാണ് UPSC ബേസിക്സ് അറിഞ്ഞാൽ. ഇനി 22 ഇതും ക്ലാസിക് ട്രഡീഷണൽ. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് വെറൈറ്റീസ് ആണ്. നമ്മളിപ്പോൾ ഇടയ്ക്ക് കുറേ വെറൈറ്റി കണ്ടു, അതുകൊണ്ടാണ് ആൾക്കാർ കട്ട് ചെയ്യാന്ന് പറയുന്നത്. എക്സാം ഹോളിൽ ഇരിക്കുമ്പം ആരും ഒഫൻസ് എടുക്കേണ്ട. എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പാടാം, നിങ്ങൾക്കത് ഈ പേപ്പർ ഡിഫിക്കൽട്ട് തന്നെയാണ് എക്സാം ഹോളിൽ ഇരിക്കുമ്പം. പക്ഷേ നിങ്ങളുടെ ഫണ്ടമെൻറ്റൽസ് നിങ്ങളുടെ സ്ട്രോങ് ആണെങ്കിൽ, ഫണ്ടമെൻറ്റൽസ് മാത്രം സ്ട്രോങ് ആവുന്നവർ കയറും. ബാക്കി എല്ലാം പഠിച്ചിട്ട് കാര്യമില്ല, ഫണ്ടമെൻറ്റൽസ് വെച്ച് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇതെപ്പോഴും പഠിക്കുന്നതാണ് ഹൂലോ ഗിബൺസ്. ഇന്ത്യയിൽ മനുഷ്യനല്ലാതെ പിന്നെ ഒരു ഏപ്പ് ഏതാ, ഗിബണാണ്, ഹൂലോ ഗിബണാണ്. ഹൂലോ ഗിബണെ കണ്ടിട്ടുണ്ടോ, ഭയങ്കര കുഞ്ഞനാണ്, ഭയങ്കര വലിയ കയ്യാണ് ഹൂലോ ഗിബൺ. അപ്പം അത് നമ്മൾ നോർത്ത് ഈസ്റ്റിലാണ്, ശരിയാണ്. എ സാങ്ച്വറി ഇൻ നോർത്ത് ഈസ്റ്റ്, ശരിയാണ്. അങ്ങനെ ഒരു സാങ്ച്വറി ഉണ്ട്, അതിൻ്റെ പേര് ഹൂലോ ഗിബോണോ അങ്ങനെ എന്തോ, ഹൂലോ ഗിബോൺ അങ്ങനെ എന്തോ ഒരു സാങ്ച്വറിയാണ്. അങ്ങനെ സാങ്ച്വറിലുണ്ട്, ആസാമിലൊക്കെ ഉണ്ട് ഇത്. ഇതൊന്ന് നോക്കിയാൽ മതി, ശരിയാണത്. നോർത്ത് ഈസ്റ്റ് ഈസ് ഹോം ടു ഏപ്പ് സ്പീഷീസ് ലിസ്റ്റഡ് ആസ്, ശരിക്കും ഇത് എൻഡേഞ്ചേർഡാണ്. അത് നമ്മൾ പഠിക്കുന്ന ഫാക്റ്റാണ്. ഇങ്ങനത്തെ സ്പീഷീസ് ഇൻ ന്യൂസ്, ഇമ്പോർട്ടൻറ്റ് സ്പീഷീസും ഇമ്പോർട്ടൻറ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ നമ്മുടെ തീമാണ്. നമ്മൾ കാണാതെ പഠിക്കുന്ന സ്പീഷീസിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഇത് ശരിയാണ്, ഇത് ബേസിക്സ് ആണ്. ഇത് എനിക്ക് ഒരു സംശയമില്ലാതെ ശരിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഈസ്റ്റേൺ ആയിട്ടുള്ള ഗിബൺ ഉണ്ട്, ഇത് വെസ്റ്റേൺ ഗിബൺ അല്ലേ. ഈസ്റ്റേൺ ഗിബൺ ഐ തിങ്ക് വൾണറബിൾ ആണ്. 2 ഗിബൺ ഉണ്ട്, ഇത് എൻഡേഞ്ചർ ആണ്, ഇത് ശരിയാ. ഇനി ദേ ഹാവ് സ്പെഷ്യലൈസ്ഡ് ഈ ബ്രാക്കിയേഷൻ ആൻഡ് ക്യാൻ ഈസിലി സ്വിങ് ബിറ്റ്വീൻ ട്രീസ്. ബ്രാക്കിയേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കിട്ടിയില്ലെങ്കിലും അത് ആംസിൻ്റെമായിട്ട് കണക്ട് ആണെന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ആ ബ്രാഞ്ച് എന്നൊക്കെ ഉള്ള അർത്ഥത്തിലല്ലേ, ബ്രാഞ്ചിൽ നിന്ന് മാറി പോകുന്നുള്ള. ഞാൻ പറഞ്ഞു കുരങ്ങല്ലേ, പെട്ടെന്ന് എന്ത് ചെയ്യും. പക്ഷേ വലിയ ഏപ്പാണെന്നുള്ള അറിവ് വേണം. പക്ഷെ വലിയ ഏപ്പല്ല, കാരണം ചിമ്പാൻസിക്ക് മരത്തിൽ അങ്ങനെ പോകാൻ പറ്റുമോ, വലുതാള്. ചെറിയ മരത്തിൽ കയറി എന്ത് ചെയ്യും, ഒടിഞ്ഞ് എല്ലാം കൂടെ താഴെ പോവും. ഇത് ശരിയാ. ദേ പോസസ് എ സ്ട്രോങ് ബിൽഡ് ലൈക്ക് ഗൊറില്ലാസ്. ബേസിക്സ് അല്ലേ, തെറ്റല്ലേ. ഞാൻ പറഞ്ഞു കുഞ്ഞനാണെന്ന്. അപ്പം 3 എലിമിനേറ്റ് ചെയ്യും. 3 എലിമിനേറ്റ് കണ്ടോ, ഞാൻ പറഞ്ഞു എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആണ് UPSC. നിങ്ങളൊന്ന് ആലോചിച്ചാൽ, നിങ്ങൾക്ക് ഇത് അറിയണ്ട, ഇതിൻ്റെ കൺസർവേഷൻ സ്റ്റാറ്റസ് അറിയണ്ട. കൺസർവേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് മറന്നുപോയി. വെസ്റ്റേൺ ആണോ ഈസ്റ്റേൺ ആണോ, ഇത് എവിടെയോ ഇന്ത്യയിലുണ്ടോ, ഇന്ത്യയിൽ ഉണ്ടെന്നറിയാം, നോർത്ത് ഈസ്റ്റിലാണോ എന്ന് പോലും നിങ്ങൾ മറന്നുപോയെങ്കിൽ പോലും പേടിക്കണ്ട. ഇത് ഏപ്പാണെന്ന് അറിയുന്നവൻ, ചെറിയ ഏപ്പാണ്, ഗൊറില്ല പോലെ അല്ല. കാരണം പടം നമ്മൾ കണ്ടിട്ടുണ്ടാവും കറണ്ട് അഫേഴ്സ് മാഗസീനിൽ. അവനിത് 3 എലിമിനേറ്റ് ചെയ്താൽ മതി. അവൻ കുഞ്ഞനാണെന്ന് പറഞ്ഞാൽ തന്നെ 3 എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഒന്നങ്ങ് ഇംപ്ലിസിറ്റ് ആയിട്ട് എന്താണ്, 2 ഓപ്ഷനിലും ഉണ്ട്. ഒന്നപ്പം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ആണോ, ഇത് ഫ്രീ മാർക്കല്ലേ, ഫ്രീ മാർക്ക്. ഈ ക്വസ്റ്റ്യൻ ഫ്രീ പാസ്സാണ്, ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഒന്ന് അറിയേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക്, ഇല്ല. ഒന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഓറാ പോയിന്റ് കൂടും, അത്രേ ഉള്ളൂ. അടുത്ത 23. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ഓർ എക്സ്പ്ലെയിൻ ദ റാഷണൽ ഫോർ പ്രൊട്ടക്റ്റിംഗ് മാംഗ്രോവിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാരണങ്ങൾ. ക്ലൈമറ്റ് റെസിലിയൻസ് ആണല്ലോ മാംഗ്രോവിൻ്റെ ഒരു ഗുണങ്ങളിലൊന്ന് അല്ലേ. ഏത് ക്ലൈമറ്റ് വന്നാലും ആളെന്താണ്, റെസിലിയൻ്റ് ആണ്. മാംഗ്രോവ് റെഡ്യൂസ് ടൈഡൽ എനർജി, ശരിയാ. കാരണം എന്താ, അതിന് സ്റ്റിൽറ്റ് റൂട്ടുണ്ട് അല്ലെ, പ്രോപ്പർ റൂട്ട്സ് ഉണ്ട്, കുത്തിപ്പിടിച്ച് നിൽക്കുവാണ്, ശരിയാ. അപ്പം നമ്മൾ സ്റ്റിൽറ്റ് നമ്മൾ ഓർത്തു, ശരിയാ. ആൻഡ് സ്റ്റോർ ഫ്രഷ് വാട്ടർ, ഇത് മറ്റേ മരുഭൂമിയിലെ മറ്റേതല്ലല്ലോ. നമ്മൾ ഏതെങ്കിലും മാംഗ്രോവ് നിങ്ങൾ ഇല പറിക്കുമ്പോൾ വെള്ളം കണ്ടിട്ടുണ്ടോ, ഇല്ല. ഇത് ഭയങ്കര തെറ്റല്ലേ. മേക്കിംഗ് ദം ഐഡിയൽ സൈറ്റ് ഫോർ പാഡി കൾട്ടിവേഷൻ അവിടെ ചെയ്യാൻ പാടില്ലെന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പം എല്ലാം കൊണ്ടും അതെന്താണ്, ഇതൊന്നും ഇല്ലെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയല്ല, അത് തെറ്റാ. ഫ്രഷ് വാട്ടറിനെ എന്ത് ചെയ്യും, അത് ഫിൽട്ടർ ചെയ്തെടുക്കും അതിന് വേണ്ട വെള്ളത്തിന്, അത്രേ ഉള്ളൂ. അടുത്ത, ദർ സോൾട്ട് സെൻസിറ്റീവ് റൂട്ട്സ് ഫിൽട്ടർ സീ വാട്ടർ മേക്കിംഗ് മാംഗ്രോവ്സ് കീപ് ടു കൺവേർട്ടിംഗ് കോസ്റ്റൽ ലാൻഡ് ഇൻറ്റു ഫ്രഷ് വാട്ടർ. എവിടെയെങ്കിലും
മാംഗ്രോവ്സ് ഫ്രഷ് വാട്ടർ കൺവേർട്ട് ചെയ്യുമോ? ഇല്ല. അതിന് ജീവിക്കാൻ അറിയാം അവിടെ. അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ വരും, മീനുകളൊക്കെ വന്ന് ജീവിച്ചോളും. പക്ഷേ അത് കൺവേർഷൻ വേണ്ടിയാണോ നമ്മൾ അതിനെ വളർത്തുന്നത്? അല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അത് തെറ്റല്ലേ? അതിൻ്റെ എക്കോട്ടോണിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള കാര്യം ഇവിടെ എഴുതിയേക്കുന്നത്. അതിൻ്റെ ഹാബിറ്റാറ്റ് അല്ലാത്തൊരു കാര്യം ഇവിടെ എഴുതിയാൽ തെറ്റല്ലേ? അപ്പോൾ അത് തെറ്റി. ഇപ്പോൾ രണ്ടും തെറ്റി. നിങ്ങൾക്ക് ഒന്നും രണ്ടും തെറ്റാന്ന് പറഞ്ഞാൽ തന്നെ ഉത്തരവായി. വായിക്കണോ 3? ചുമ്മാ വായിച്ചേക്കാം. ബൈ വിത്ത്സ്റ്റാൻഡിങ് ടൈഡൽ സർജസ്, ശരി. ആൻഡ് ഓഫറിങ് ബയോമാസ് റിസോഴ്സ്, കാരണം എന്താ, തടിയുണ്ട്. മാംഗ്രോവ്സ് ഫങ്ഷൻ ബോത്ത് ആസ് നാച്ചുറൽ ബയോഷീൽഡ് ആൻഡ് ലൈവ്ലിഹുഡ് ബേസിസ്, ശരിയാ. അതിൻ്റെ ടിമ്പർ എടുക്കാം. ഓക്കെ, ഉത്തരം എന്താണ്? ഡൽഹി, ഡി. ലാസ്റ്റാന്ന് തോന്നുന്നേ. അല്ല, 2 ക്വസ്റ്റ്യനോടുകൾ. 24. വിഴിഞ്ഞം ഇന്റർനാഷണൽ നമ്മുടെ മലയാളികൾക്ക് അഡ്വാൻറ്റേജ് ഉള്ളതാണ്. നിങ്ങൾ തന്നെ ഇത് നിങ്ങൾ ശരിയാക്കും. നിങ്ങളിത് ഇതിനകത്ത് എക്സാം എഴുതാത്തവർ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ശരിയാക്കും. നമുക്ക് വായിക്കാം. വിഴിഞ്ഞം, പേര് വായിച്ചാൽ വിഴിഞ്ഞം. ഇതിപ്പോൾ ഹിന്ദിക്കാരനാണ് വായിക്കുന്നെങ്കിൽ നമുക്ക് നോക്കാം. ഒരു ഹിന്ദിക്കാരൻ വായിക്കാം. വിഴിഞ്ഞം, പേരെന്തുവാ? അല്ല, ഹിന്ദിക്കാരൻ്റെ അല്ല ഈ ക്വസ്റ്റ്യൻ്റെ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്, അന്താരാഷ്ട്ര സീപോർട്ട്. പേരങ്ങനെ UPSC ഇട്ടു. ക്വസ്റ്റ്യൻ ഇട്ടവൻ ഒരു കാര്യം മറന്നുപോയി. വിഴിഞ്ഞം സീപോർട്ട് എന്നായിരുന്നു ഇടേണ്ടത്, ഇന്റർനാഷണൽ ഇട്ടു. നോക്കാം. റെപ്രസെന്റ് സ്ട്രക്ചറൽ ഷിഫ്റ്റിംഗ്. അവർ തന്നെ പറയുക ഇന്ത്യയിൽ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഷിഫ്റ്റ് നടത്താൻ പോവുക മാരിടൈം ട്രേഡിൽ. ക്വസ്റ്റ്യനിൽ തന്നെ അങ്ങനെയൊക്കെ തന്നു. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച ഹിന്ദിക്കാരൻ എന്ത് ചെയ്യും? ഓക്കെ, ട്രേഡിലൊക്കെ എന്തോ വലിയ ലോജിസ്റ്റിക്സ് മാറ്റും. ബൈ ഫങ്ഷനിങ് എക്സ്ക്ലൂസീവ്ലി ആസ് എ ഡൊമസ്റ്റിക് കാർഗോ ഹബ്. ഓ മൈ ഗോഡ്, ഇന്റർനാഷണൽ പോർട്ടും ഡൊമസ്റ്റിക്കും തമ്മിൽ തെക്കും പടിഞ്ഞാറോ. അത് എന്ത് ക്വസ്റ്റ്യൻ എന്താ, ഉറങ്ങിപ്പോയോ നമ്മൾ ആലോചിക്കും. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒറ്റ വായനയിൽ തന്നെ എന്ത് ചെയ്യാം? ശ്രദ്ധിച്ച് വായിച്ചും കിട്ടി. അപ്പം നിങ്ങൾ കിട്ടി 2. ബൈ ഫോക്കസിങ് പ്രൈമർലി ഓൺ, പ്രൈമർലി ഈ എക്സ്ട്രീം വേർഡ്സാ. പാസഞ്ചർ, ഇതൊക്കെ ഉണ്ടോ ഇന്ത്യയിൽ, കേരളത്തിൽ? ഇപ്പം വരുന്നതെല്ലാം എന്താ, ട്രാൻസ്ഷിപ്മെന്റ് അല്ലേ? കുറേ കാലം കഴിയുമ്പോൾ ഉണ്ടാവും. ഇടയ്ക്കൊരു ക്രൂസ് ഷിപ്പ് പോയി അവിടുന്ന്. പക്ഷേ അതാണോ ഇതിൻ്റെ മെയിൻ? പ്രൈമറി അതാണോ? അല്ല, പ്രൈമറിലി അതല്ല. അതും തെറ്റിച്ചു. കാരണം എന്താ, ട്രേഡെന്ന് ഇവർ തന്നെ പറഞ്ഞു. എന്നിട്ടിത് കോൺട്രഡിക്റ്റ് ചെയ്തു. 1, 2 നമുക്ക് നോക്കാം. ഉത്തരം ആയോ എന്ന് തന്നെ നമുക്ക് നോക്കാം. 1, 2 എലിമിനേറ്റ് ചെയ്തേ. 1, 2 ഞാനങ്ങ് എലിമിനേറ്റ് ചെയ്യട്ടെ. 2 എലിമിനേറ്റ് ചെയ്തു, 1 എലിമിനേറ്റ് ചെയ്തു. ഇനി വായിക്കുക പോലും വേണ്ട. ബൈ ലിവറേജിങ് ഇറ്റ്സ് നാച്ചുറൽ ഡീപ് ഡ്രാഫ്റ്റ് ആൻഡ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ. കാരണം എന്താ, സീപോർട്ട് ഇതിന് സീ ലൈൻ എടുത്താൽ ആണ്. ടു റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ട്രാൻസ്ഷിപ്മെന്റ്. എങ്ങും കൊളംബോയിലോ അല്ലെങ്കിൽ വേറെ എങ്ങും പോകണ്ട. എൻഹാൻസ് റവന്യൂ ടെൻഷൻ. ഇവിടെ റവന്യൂ വരും, അവിടെ പോയി പൈസ കൊടുക്കണ്ട, ഇവിടെ കിടന്നോളൂ പൈസ. ആൻഡ് റവന്യൂ കൂടുതൽ വരും. ആൻഡ് ഇന്ത്യ റീജിയണൽ മാരിടൈം ട്രേഡ് സൂപ്പർ ആവും. കഴിഞ്ഞു. അപ്പോൾ അതെന്താ, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ജോഗ്രഫി ആണ്. നിങ്ങളുടെ ജോഗ്രഫി ഒരു ബേസിക്സ്. ഐഡന്റിഫൈ ദ റിവർ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പോൾ ഇന്ത്യൻ റിവർ എന്നല്ല പറയുന്നത്, പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന സബ് കോണ്ടിനെന്റിലെ ഇൻഫർമേഷൻ അതായിരുന്നു. നമ്മൾ റിവറിനെ കണ്ടെത്താം. ആൻറ്റിസിഡന്റ് ഡ്രെയിനേജ് സിസ്റ്റം എന്നാണ് ഫസ്റ്റ് ക്ലൂ. രണ്ടാമത്തെ ക്ലൂ 3 രാജ്യങ്ങൾ കൂടെ ഒഴുകുന്നു. മൂന്നാമത്തെ ക്ലൂ ടിബറ്റിലാണ് ഉത്ഭവിക്കുന്നത്. ശരിക്കും ബേസിക്സ് അറിയുന്നവന് 1ഉം 3ഉം ഒരേ ഐഡിയ. ഈ ആൻറ്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലാൻഡ് ഫോം ഉണ്ടാവുന്നതിന് മുമ്പ് ഒഴുകുന്ന നദികളെയാണ്. അതായത് ഇപ്പോൾ ഹിമാലയം ഉണ്ടായിട്ട് ഹിമാലയത്തിൻ്റെ മഞ്ഞുരുകി ഉണ്ടാകുന്ന നദികൾ എന്താണ്? ഹിമാലയത്തിന് ശേഷം, ആൻറ്റിസിഡന്റ് അല്ല, കോൺസിക്വൻസ് ആയിട്ട് ഹിമാലയം ഉണ്ടാകുന്ന കോൺസിക്വൻസ് ആയിട്ട് ഉണ്ടാകുന്ന നദികൾ. ഗംഗ എന്താണ്? അല്ലെങ്കിൽ പോട്ടെ, യമുന, എന്താണ്, ബന്ദേർപുഞ്ച് ഗ്ലേഷ്യറിൽ നിന്നുണ്ടാവുന്നു. അത് ആ മല പൊങ്ങിയത് കൊണ്ട് അതിൻ്റെ കോൺസിക്വൻസ്. അതുക്കും മുമ്പുള്ള നദികളോ ആ മലയെ തുരക്കുമില്ലയോ? അപ്പം അതെവിടെ ഉണ്ടാവണം? ടിബറ്റൻ പ്ലാറ്റ്യൂവിൽ. അപ്പം ആൻറ്റിസിഡന്റ് റിവർ എന്താ എവിടെ ഉണ്ടാവണ്ടേ? ടിബറ്റിലാണ്. അപ്പം മൂന്നാമത്തെ ഹിന്റിൻ്റെ ആവശ്യം പോലുമില്ല. നാലാമത്തെ, ഇറ്റ് ഡസ് നോട്ട് ഫോം ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ, ട്രൈബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? പോഷക നദി. ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കടലിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇത് കൊളോയിഡ് പോലെ ഇതെന്ത് ചെയ്യും? അതിന് വെയിറ്റ് കാരണം ഉള്ള ചെളിയെല്ലാം കൊണ്ട് ക്യാരി ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? കടലിനടുത്തെത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബേസ് ഇറോഷൻ താഴെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇത് ബ്രാഞ്ചസ് ആയിട്ട് എന്ത് ചെയ്യും? ഈ കല്ലിനെയും മണ്ണിനെയും എല്ലാം അവിടെ കൊണ്ടിട്ട് ബ്രാഞ്ചസ് ആയിട്ട് ഒഴുകും. അതിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ടറീസ്. അതിൻ്റെ ഒരു കണ്ടീഷൻ എന്താ? ഓഷ്യനെ ഫേസ് ചെയ്യണം. ഓഷ്യൻ ഫേസ് ചെയ്താലല്ലേ, അല്ലെ ഓഷ്യനോ അല്ലെ അതുപോലത്തെ വലിയൊരു ഓഷ്യൻ പോലെ അത്രയും വലിയൊരു സാധനത്തിലേക്ക് ഇറങ്ങുന്ന നദികൾ മാത്രമേ ഡിസ്ട്രിബ്യൂട്ടറീസ് ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഓഷ്യൻ മീറ്റ് ചെയ്യുന്ന നദികളെ എന്തുണ്ടാക്കത്തുള്ളൂ? NCERT ബേസിക്സ് ആണത്. ഡിസ്ട്രിബ്യൂട്ടറി ഉണ്ടാക്കണേ ഓഷ്യൻ ഫേസ് ചെയ്യണം. ഇപ്പം നമ്മൾ അവിടെയും കിട്ടി, ഓഷ്യൻ ഫേസ് ചെയ്യണം. ഓഷ്യൻ ഫേസിങ് ഇപ്പം നമ്മൾ എഴുതി, ഓഷ്യൻ ഫേസിങ്
ആൻഡീസ് ഉണ്ട്. അപ്പോൾ ഹിമാലയത്തിന്റെ ബാക്ക് സൈഡിൽ കൂടെ, ഹിമാലയത്തിന്റെ ബാക്കിൽ കൂടെ വരുന്ന ഇൻഡസ്, ബ്രഹ്മപുത്ര ഹിമാലയത്തിന്റെ ബാക്കിൽ കൂടെ ഓടി കറങ്ങി അടിച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഡസോ ഹിമാലയത്തിന്റെ പുറയോട് ഒഴുകി കറങ്ങിയാണ് വരുന്നത്. അത് രണ്ടും ശരിയാ. പക്ഷെ അപ്പോൾ നമുക്ക് നോക്കാം 3 രാജ്യങ്ങൾ. ബ്രഹ്മപുത്ര ഏതൊക്കെ രാജ്യങ്ങളാ? ബംഗ്ലാദേശ് ഉണ്ട് അല്ലേ, ടിബറ്റ് ഉണ്ട്, ചൈന വേണേൽ പിടിക്കാം, ഇന്ത്യ. ഇൻഡസ് പാകിസ്ഥാനുണ്ട്, ഇന്ത്യ ഉണ്ട്, ചൈനയുണ്ട്. അതും ശരിയാ. ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു, സത്ലജിനും 3 രാജ്യമുണ്ട്. സത്ലജ് പോയ അവിടാണ്. സത്ലജ് ആരെയാ മീറ്റ് ചെയ്യുന്നത്? ഇൻഡസിനെ. സത്ലജ് ശരിക്കും ഒരു ആൻഡിസൺ റിവറുവാ. പക്ഷേ സത്ലജ് പാകിസ്ഥാനിൽ പോയാൽ അപ്പോൾ പാകിസ്ഥാൻ ശരിയാ, ചൈനയിൽ നിന്ന് വരുന്നു, ഇന്ത്യയും ഉണ്ട്, 3. പക്ഷേ ഇത് ഓഷ്യൻ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈ ടീസ്ത ശരിക്കും ആൻഡിസൺ അല്ല, സിക്കിമിൽ നിന്നാണ്. സെമു ഗ്ലേഷ്യറിന്റെ പാർട്ട് അവിടുത്തെ ഒരു ലേക്കുണ്ട്. ആ ലേക്കിൽ നിന്നാണ് ആര് വരുന്നത്, ആ ഏരിയയിലെ ഇത് വരുന്നത്. ഇവൻ ആൻഡിസൺ അല്ല എന്ന് അറിയാമെങ്കിലും അതൊന്നും അറിയണമെന്നില്ല. ശരിക്കും ഇവരെല്ലാം എന്താണ്, ഒരു പോയിന്റിൽ ഓഷ്യനെ മീറ്റ് ചെയ്യും. പക്ഷെ ഇവൻ ആൻഡിസണിൻ്റെ അല്ല. ആ നോളജ് ഉണ്ട്, ഇവനെ എലിമിനേറ്റ് ചെയ്യാം. ഇവർ 3 വരുമ്പം ഇവൻ രണ്ടും ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓഷ്യനെ മീറ്റ് ചെയ്യുന്നുണ്ട്. സത്ലജ് മാത്രം ആരിലേക്കാണ് പോയി ചേരുന്നത്, ഇൻഡസിലേക്കാണ് പോയി ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരം എന്താ, സത്ലജ്. കഴിഞ്ഞല്ലോ. ഈ ഹിന്റ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്കാം. ഒറ്റ ഹിന്റ് മതി, ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാക്കത്തില്ല. അത് മാത്രവും പിന്നെ ആൻഡിസണ്ടോ ആണ്, നേരെ നമ്മൾ സത്ലജിലേക്ക് പോകും. ഓക്കെ ആണല്ലോ. ഈ ഹിന്റ് ഇല്ലെങ്കിൽ നമുക്ക് പെട്ടുപോകും, നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ. അങ്ങനെ 25 കഴിഞ്ഞു. അടുത്ത ഋഷി സാറ് നിങ്ങൾക്ക് ബാക്കി 26 ഡിസ്കസ് ചെയ്യും. ഞാനിപ്പോഴും പറയാം, നിങ്ങൾ ഇതിച്ചിരി വിയേർഡ് പേപ്പറാണ്. അപ്പം 70 മുകളിലുള്ളവരെല്ലാം മെയിൻസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോ. ഒരു തരത്തിലും ഡിസ്ഹാർട്ടൻഡ് ആവണ്ട, നെഗറ്റീവ് ആവണ്ട. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ടിരിക്കുക.